ഗുഡ് ഈവനിങ് ടു ആസ്പിറൻസ്. അനന്ത AIS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആൻ എഡിറ്റോറിയൽ വിച്ച് ഈസ് റിലേറ്റഡ് ടു ഹിന്ദി ടീച്ചിങ്. അതായത് നമ്മളുടെ 3 ലാംഗ്വേജ് പോളിസി ഉണ്ടല്ലോ. 1986 മുതൽ നമ്മൾ നടപ്പാക്കി വന്ന ഒരു പോളിസി ആയിരുന്നു ഈ 3 ലാംഗ്വേജ് പോളിസി. അതായത് ഒരാൾ മാതൃഭാഷ പഠിച്ചിരിക്കണം, ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, ദെൻ ഹിന്ദിയും പഠിച്ചിരിക്കണം. ഇങ്ങനെ 3 ഭാഷകൾ ഒരാൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഈ 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത്. നമ്മളുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പോളിസിയാണ് ഈ 3 ലാംഗ്വേജ് പോളിസി, അല്ലെ? നമ്മൾ 3 ഭാഷകൾ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും 3 ഭാഷകൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവും. സോ അതിനെതിരെ ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നപ്പോൾ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതുക്കിയ നയം 2020 വന്നു കഴിഞ്ഞപ്പോൾ അതിലും ഈ 3 ലാംഗ്വേജ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ തമിഴ്നാട് അടക്കമുള്ള സർക്കാരുകൾ കേന്ദ്രത്തിലേക്ക് പോയി. ഞങ്ങൾ 2 ഭാഷകളെ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിലേക്ക് പോയി. സോ എന്ത് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഇവർക്ക് എഡ്യൂക്കേഷനിൽ കൊടുക്കേണ്ട പല ഫണ്ടുകളും പല ഗ്രാന്റുകളും വിത്ത് ഹോൾഡ് ചെയ്തു വെച്ചു, അതായത് കൊടുക്കാതിരുന്നു. സോ ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത് നമ്മൾ ഈ ലാംഗ്വേജ് പോളിസി എന്നൊക്കെ മാറിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് 2 ലാംഗ്വേജ് പഠിക്കണമോ 3 ലാംഗ്വേജ് പഠിക്കണമോ എന്നുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ സ്റ്റുഡൻസിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കാനായിട്ടും അതും സ്കിൽഫുൾ ആയിട്ടുള്ള വിദ്യാഭ്യാസം എത്തിക്കാനായിട്ടും ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഈ അവസരത്തിൽ നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി പോകണം. ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി പോകണം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് എന്താണ്? സോ UPSC പഠിക്കുന്നവർക്കും ഇതിനു മുന്നേ പല ക്വിസ് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജിനെ കുറിച്ചിട്ട്. ഇന്ത്യക്ക് വ്യക്തമായിട്ടൊരു നാഷണൽ ലാംഗ്വേജ് എന്നുള്ളത് ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, ഇന്ത്യക്ക് വ്യക്തമായിട്ടൊരു നാഷണൽ ലാംഗ്വേജ് ഇല്ല. ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഒന്നുമല്ല. ദെൻ എന്താണ് ഹിന്ദി? ഹിന്ദി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ ലാംഗ്വേജിനെ കുറിച്ചിട്ട് പെർട്ടിക്കുലർലി പറയുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്താണ്? പാർട്ട് 17 നമ്മളുടെ ലാംഗ്വേജുകളെ കുറിച്ചിട്ട് പെർട്ടിക്കുലർലി പറയുന്നത്. ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ വരുന്ന ആർട്ടിക്കിളുകളാണ് 17ാമത്തെ ഭാഗം. ഓക്കെ, 17ാമത്തെ ഭാഗത്താണ് എന്ത് വരുന്നത്? നമ്മളുടെ ലാംഗ്വേജുകളെ കുറിച്ചിട്ട് പെർട്ടിക്കുലർലി പറയുന്നത്. 352 നിങ്ങൾക്കറിയാം എന്താ? എമർജൻസി. സോ എമർജൻസിക്ക് മുൻപ് തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പാർട്ടാണ് നമ്മളുടെ ലാംഗ്വേജുകളെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ ആണോ? 343 to 351. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ യൂണിയന്റെ ലാംഗ്വേജ് എന്തായിരിക്കണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അതായത് സെന്ററിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇറ്റ്സെൽഫിന്റെ ലാംഗ്വേജ് എന്തായിരിക്കണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഓക്കെ ആണോ? ദെൻ രണ്ടാമത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങളുടെ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജുകളെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. സോ 343 മുതൽ 350 എന്നുള്ളതിനെ നമുക്ക് 4 പെർട്ടിക്കുലർ ചാപ്റ്ററുകളായിട്ട് അല്ലെങ്കിൽ 4 പെർട്ടിക്കുലർ സബ് ഡിവിഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് എന്തായിരിക്കണം എന്ന് പറയുന്നു. ദെൻ പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സെന്ററിനെയാണ് കേട്ടോ. രാഷ്ട്രത്തിന്റെ ഭാഷ എന്തായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജുകൾ എന്തായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ജുഡീഷ്യറിയുടെ ലാംഗ്വേജ്. സുപ്രീം കോടതി, ഹൈക്കോടതി ഇവരൊക്കെ എങ്ങനെയായിരിക്കണം, ഏത് ഭാഷയിലായിരിക്കണം അവർ വിധി പ്രസ്താവങ്ങൾ പുറപ്പെടുവിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു കേസ് അവിടെ ഹിയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് ഭാഷയിലായിരിക്കണം ഹിയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തേർഡ് പാർട്ടിൽ പറയുന്നത്. ദെൻ ഫോർത്ത് പാർട്ടിൽ മിസലേനിയസ് പ്രൊവിഷൻ അല്ലെങ്കിൽ അതർ പ്രൊവിഷനുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആർട്ടിക്കിൾ 341 സബ് ക്ലോസ് 1 പറയുന്നത് എന്താണ്? ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ഷാൽ ബി ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദിക്ക് പല
സ്ക്രിപ്റ്റുകളും ഉണ്ട്. അതിൽ ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദി ആയിരിക്കണം ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എവിടെയാ പറയുന്നത്? ആർട്ടിക്കിൾ 343(1) അവിടെ എന്താ പറയുന്നത്? നമ്മളുടെ ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദി ആയിരിക്കണം നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. എന്നാൽ നമ്പേഴ്സും ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതണോ? വേണ്ട. നമ്പേഴ്സ് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ന്യൂമറൽസ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ എഴുതുന്ന 1, 2, 3 നമ്പേഴ്സ് ഉണ്ടല്ലോ, ദേവനാഗരി സ്ക്രിപ്റ്റിലും 1, 2, 3 എന്ന് എഴുതാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയോ മലയാളം സ്ക്രിപ്റ്റിൽ 1, 2, 3, 4 എന്ന് എഴുതാൻ പറ്റുമല്ലോ? പറ്റും. സോ അങ്ങനെയുള്ളതല്ല, വേൾഡിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഫോമിലുള്ള എന്താണ് ഇന്ത്യൻ ന്യൂമറൽസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റോമൻ ലെറ്റേഴ്സ് ആയിരിക്കണം. അതായത് നമ്മളുടെ ക്ലാസ് റൂമുകളൊക്കെ എഴുതി വെച്ചിരുന്ന റോമൻ ലെറ്റേഴ്സ് ആയിരിക്കണം. ക്ലാസ് ഡിവിഷനൊക്കെ മെൻഷൻ ചെയ്യാനായിട്ട് എഴുതി വെക്കുന്ന റോമൻ ലെറ്റേഴ്സ് ആയിരിക്കണം. അല്ല, നമ്മളുടെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ന്യൂമറൽസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സംശയം തീർന്നല്ലോ. യൂണിയന്റെ ലാംഗ്വേജ് എന്താണ്? യൂണിയന്റെ ലാംഗ്വേജ് നമ്മളുടെ ഹിന്ദി ആയിരിക്കണം. അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ഷാൽ ബി ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. സോ ഹിന്ദി അറിയാത്ത സംസ്ഥാനങ്ങൾ ഒരുപാട് പേരില്ലേ? മലയാളികൾക്ക് ഹിന്ദി അറിയോ? തമിഴൻസിന് ഹിന്ദി അറിയോ? കർണാടകക്കാർക്ക് ഹിന്ദി അറിയോ? സോ ഹിന്ദി അറിയാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. സോ ഇവരുടെയൊക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷത്തേക്ക്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് 15 വർഷത്തേക്ക്, അതായത് 1965 വരെ എന്തായിരിക്കണം? ഇംഗ്ലീഷ് ഷാൽ കണ്ടിന്യൂ ഫോർ ഓൾ ഒഫീഷ്യൽ പർപ്പസ്. എല്ലാ ഒഫീഷ്യൽ പർപ്പസസിനും എന്ത് കണ്ടിന്യൂ ചെയ്യും? ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്യും 15 വർഷം വരെ. 1950 മുതൽ 1965 വരെ കണ്ടിന്യൂ ചെയ്യും. ദെൻ അതിനുശേഷം ദ പ്രസിഡന്റ് മേ ഓതറൈസ് ഹിന്ദി ഇൻ അഡീഷൻ ടു ഇംഗ്ലീഷ്. സോ 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ പ്രസിഡന്റ് മേ ഓതറൈസ്. ഓക്കെ, ദെൻ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അധികാരം പാർലമെന്റിനായിരിക്കും. ഓക്കെ, സോ നമ്മളുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനായിരിക്കും. സോ ഈ 3 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 343 സബ് ക്ലോസ് 2 ഉണ്ടായിരുന്നത്. ദെൻ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ 5 വർഷം കഴിയുമ്പോഴും, ഈ 15 വർഷത്തിൽ 1950 മുതൽ 1965 വരെ, ഇതിൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും, പെർട്ടിക്കുലർലി 1955-ലും ദെൻ 1960-ലും നമ്മൾ നാഷണൽ ലാംഗ്വേജ് കമ്മീഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷനെ നമ്മളിപ്പോൾ ഫിനാൻസ് കമ്മീഷനെ രൂപീകരിക്കുന്നുണ്ട്. അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ അവര് ലാംഗ്വേജുകളെ കുറിച്ചിട്ട് പഠനം നടത്തണം. സ്റ്റേറ്റുകളുടെ ലാംഗ്വേജിനെ കുറിച്ചിട്ടും ദെൻ സെന്റേഴ്സിന്റെ ലാംഗ്വേജിനെ കുറിച്ചിട്ടും ദെൻ ഹിന്ദി പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം കുറിച്ചിട്ട് പഠനങ്ങൾ നടത്തണം. അങ്ങനെ 1955 ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ, ആദ്യത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ ആണോ? ആദ്യത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1955 ഗേർ കമ്മീഷൻ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ഫേമസ്ലി നോൺ ആസ് ഗേർ കമ്മീഷൻ ഓർ ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ. ഗേർ എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിന്റെ ആ ഒരു കമ്മീഷന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ പ്രശ്നം എന്താണ്? 1955, 60 കാലഘട്ടങ്ങളിലായപ്പോഴേക്കും നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റുകൾക്ക് ആശങ്കയുയർന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പാർലമെന്റിൽ സംസാരിക്കാൻ പോകുന്ന ഭാഷ ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ ഹിന്ദി ആയിരിക്കും. അതായത് പാർലമെന്റിൽ ഒരു ഓർഡർ നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ, നമ്മൾ ഒരു ബില്ല് പുറപ്പെടുവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ല് ഹിന്ദിയിലാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന നേതാക്കന്മാരും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ആളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. സോ ഇതെല്ലാം ഹിന്ദിയിലായിരിക്കുമോ? ദെൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനുകളെല്ലാം ഹിന്ദിയിലായിരിക്കുമോ എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിൽ നിലവിൽ വന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചു? നമ്മളുടെ തമിഴ്നാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ സംഭവിച്ചു. പെരിയാർ EV രാമസ്വാമി നായിക്കർ കേട്ടിട്ടുണ്ടല്ലോ. രാമസ്വാമി നായിക്കർ ഇന്ത്യൻ പതാകയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കത്തിച്ചു കളയണം എന്ന് വരെ ആഹ്വാനം ചെയ്തു. കത്തിച്ചൊന്നുമില്ല, ഞങ്ങൾ
കത്തിച്ച് കളയും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. കത്തിക്കട എന്ന ഒറ്റ വഴിക്ക് അങ്ങോട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. സോ അത്രയും തീവ്രമായിരുന്നു ഇവരുടെ എല്ലാം ഒരു ലാംഗ്വേജ് പോളിസി, അല്ലെങ്കിൽ തമിഴകത്തിനോടുള്ള ഒരു കൾച്ചർ എല്ലാം അത്രയ്ക്കും ഇൻബൗണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന കൾച്ചർ ആയിരുന്നു. സോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 1963 നമ്മൾ ഒരു നിയമം പാസാക്കി. ഓക്കെ, 1963 നമ്മൾ എന്ത് പാസാക്കി? ഒരു നിയമം പാസാക്കി. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട്. അതായത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1963 ആയി കഴിയുകയും, അതായത് രണ്ടാം ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ 1960 ചേരേണ്ടതാണ്. 5 വർഷം കൂടുമ്പോഴും ഓരോ കമ്മീഷൻ, ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ ഫോം ചെയ്യണം. ഗെയർ കമ്മീഷൻ 1955 ഫോം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ 1960 കമ്മീഷൻ ചേരാനായിട്ട് നിന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദിയെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശം ഇന്ത്യയിൽ നടപ്പില്ലാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി. സോ നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റുകൾക്ക് എന്ത് കൊടുത്തു? അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1963 എന്ന് പറയുന്ന ഒരു ആക്ട് ഫോം ചെയ്തു. ഓക്കെ, അതിലെന്താ പറഞ്ഞേ? ഇംഗ്ലീഷ് കണ്ടിന്യൂസ് അലോങ് സൈഡ് ഹിന്ദി. ഓക്കെ, ഇംഗ്ലീഷ് ഹിന്ദിയോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യും. എല്ലാ പ്രവർത്തനങ്ങളിലും ഹിന്ദിയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ദെൻ അത് ബിറ്റ്വീൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും യൂണിയൻ ടു സ്റ്റേറ്റ് ഉള്ള കമ്മ്യൂണിക്കേഷനുകൾ ആണെങ്കിലും എല്ലാം ഇംഗ്ലീഷിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഹിന്ദി പരസ്പരം ഹിന്ദിയിലാണ് സംസാരിക്കണമെങ്കിൽ അതാകാം, കുഴപ്പമില്ല. അത് ആ 2 സംസ്ഥാനങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ ഒഫീഷ്യൽ പർപ്പസുകളെല്ലാം, അതായത് പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കുകയാണ്, ബില്ല് കൊണ്ടുവരികയാണ്, ഹിന്ദിയിലായിരിക്കണമോ? അല്ല, ഇംഗ്ലീഷിലായിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1963 എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഒരു പ്രശ്നമില്ലേ? എല്ലാം ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിന്ദി സ്പീക്കിംഗ് ആളുകൾ, അതായത് യു.പിയിലെയും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെയും നോർത്തേൺ ബെൽറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ലല്ലോ. സോ അവരുടെ മാതൃഭാഷ ഹിന്ദിയാണ്. സോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ല, ABCDEFG മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് കൂട്ടി വായിക്കാനായിട്ട് അറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ബില്ലുകൾ വരുന്നത് ഞങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ച് തർജ്ജമ ചെയ്ത് ഞങ്ങൾ പഠിക്കണം. സോ അവിടെ എന്ത് പറഞ്ഞു? ഒഫീഷ്യൽ ലാംഗ്വേജ് അത് അസേർട്ട് ചെയ്ത് പറഞ്ഞു, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. അതായത് ഒരു ഇംഗ്ലീഷ് ഓർഡിനൻസ് അല്ലെങ്കിൽ ഒരു റൂള് ഇംഗ്ലീഷിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹിന്ദിയിലേക്കും തർജ്ജമ ചെയ്തിരിക്കണം. ഓക്കെ, ഒരു ഓർഡിനൻസ് അല്ലെങ്കിൽ ഒരു റൂള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ ഒഫീഷ്യൽ ആയിട്ട് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് ബില്ലാകാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റുകളിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും ആകാം, അല്ലെങ്കിൽ എന്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, യൂണിയനും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യം എന്തിൽ വരുന്നുണ്ടെങ്കിൽ, ഒഫീഷ്യൽ ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തർജ്ജമ ചെയ്തിരിക്കണം. ഇംഗ്ലീഷാണ് മേജർ ലാംഗ്വേജ്, ബട്ട് അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കണം. ഓക്കെ ആണോ? സോ യൂണിയന്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ കഴിഞ്ഞല്ലോ. ദെൻ 1967 ചില അമെന്റ്മെന്റുകളോട് കൂടിയിട്ട് ഈ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിലാണ് ഈ ട്രാൻസ്ലേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ കാര്യം കഴിഞ്ഞു, യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ കാര്യം കഴിഞ്ഞു. ദെൻ സെക്കൻഡ് എന്താണ്? റീജിയണൽ ലാംഗ്വേജുകളാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ലാംഗ്വേജുകളാണ്. ഓക്കെ, റീജിയണൽ ലാംഗ്വേജിന്റെ കാര്യം എന്താണ്? റീജിയണൽ ലാംഗ്വേജിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിലെ നിയമസഭകൾക്കും അവരുടെ സ്വന്തം ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ഓക്കെ, ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ അഡോപ്റ്റ് എനി ലാംഗ്വേജ് ഇൻ യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓർ ഹിന്ദി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി തിരഞ്ഞെടുക്കാം, ഹിന്ദി തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങളുടെ ഒഫീഷ്യൽ പർപ്പസിന് തിരഞ്ഞെടുക്കാം. സോ മലയാളികൾ എന്തെടുത്തു? ഹിന്ദി എടുത്തോ? ഇല്ല, മലയാളം മാതൃഭാഷ, ഭരണഭാഷ. നമ്മളുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബോർഡ് കാണാം, മാതൃഭാഷ, ഭരണഭാഷ, മാതൃഭാഷ എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിലാണല്ലോ
കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ റീജിയണൽ ലാംഗ്വേജുകളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 8th ഷെഡ്യൂളിൽ. ഇതൊക്കെ 22ഓളം ലാംഗ്വേജുകളെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഈ 8th ഷെഡ്യൂളിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക എന്റെ ചോദ്യം. ഈ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ, അല്ലെങ്കിൽ ചോദ്യത്തിനൊന്ന് ടെസ്റ്റ് ചെയ്യും, അതായത് നമ്മളുടെ സംസ്ഥാനങ്ങളുടെ എല്ലാ ഒഫീഷ്യൽ ലാംഗ്വേജുകളും എല്ലാ ഒഫീഷ്യൽ റീജിയണൽ ലാംഗ്വേജുകളും നമ്മളുടെ ഷെഡ്യൂൾഡ് 8 അല്ലെങ്കിൽ നമ്മളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജുകളായിട്ടുള്ള ഷെഡ്യൂൾ 8 മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അതായത് നമുക്ക് ഷെഡ്യൂൾ 8 22 ലാംഗ്വേജുകൾ ഉണ്ട്. നമുക്ക് 28 സംസ്ഥാനങ്ങളുണ്ട്, 27 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഉണ്ട്. ഓക്കെ, സോ ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള എല്ലാ ഒഫീഷ്യൽ ലാംഗ്വേജുകളും നമ്മളുടെ എന്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? 8th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? എന്താണ് ഉത്തരം വരുന്നത്? ഇല്ല എന്ന് തന്നെയാണ്, സംശയമൊന്നും വേണ്ട, എല്ലാം മെൻഷൻ ചെയ്തിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളുടെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. പക്ഷേ ഇംഗ്ലീഷ് എവിടെ കയറി പറ്റിയിട്ടില്ല? നമ്മുടെ 8th ഷെഡ്യൂളിൽ കയറി പറ്റിയിട്ടില്ല. പല ലാംഗ്വേജുകളും ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷ് മാത്രമല്ല. ഞാനൊരു എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുത്ത് പറഞ്ഞതാണ്. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒഫീഷ്യൽ ലാംഗ്വേജ് എടുത്തിട്ട് നമ്മൾ 8th ഷെഡ്യൂളിലേക്ക് ഇട്ടിട്ടൊന്നുമില്ല. നമ്മൾ 22 ഒഫീഷ്യൽ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ റീജിയണൽ സ്പെസിഫിക് ലാംഗ്വേജുകളെ മാത്രം എടുത്തിട്ടാണ് 8th ഷെഡ്യൂളിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? സോ ആ ഒരു കാര്യം തറവായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിള്ളേർക്ക് സംശയം വരുന്ന ഒരു ഏരിയയാണ്. ദെൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിറ്റ്വീൻ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1963 പ്രകാരം ഇംഗ്ലീഷ് ആയിരിക്കും. അല്ല, നിങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക്, രണ്ട് സംസ്ഥാനങ്ങൾക്കും കൂടി ആലോചിച്ച് ഒരു പെർട്ടിക്കുലർ ഭാഷ നിങ്ങളുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, ദെൻ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. എന്താണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അതായത് മലയാളം ഭൂരിപക്ഷമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലത്ത്, കുറച്ച് തമിഴ് ആളുകൾ വരികയാണ്, അല്ലെങ്കിൽ ഹിന്ദി പീപ്പിൾ ആളുകൾ റിസൈഡ് ചെയ്യുകയാണ്. സോ ദേ ആർ കോൾഡ് ദ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ഓക്കെ, ഇപ്പൊ കേരളത്തില് പല സ്ഥലങ്ങളിലും എന്താണ്, തമിഴ് സെറ്റിൽമെന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ സെറ്റിൽ ചെയ്യുന്നുണ്ട്. സോ അവരുടെ റൈറ്റുകൾ സംരക്ഷിക്കുക എന്നുള്ളതും സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. അവരുടെ റൈറ്റും ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ. എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 28, 29 സെക്ഷനുകളിലൊക്കെ വരുന്ന റൈറ്റുകൾ ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയും സ്പെഷ്യൽ സെക്ഷൻസ് ഓഫ് ദ മൈനോറിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. അത് റിലീജിയസ് മൈനോറിറ്റി മാത്രമല്ല, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടും. സോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ അവരുടെ ഭാഷകൾ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. സോ ദ പ്രസിഡന്റ് ക്യാൻ ഡയറക്ട് റെക്കഗ്നിഷൻ ഓഫ് എനി ലാംഗ്വേജ് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ഓർ പാർട്ട് thereof. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അറിയുമെന്നറിയില്ല, കേരള സർക്കാർ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് ഭാഷയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി ബുക്കുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതായത് SCERTയുടെ ബുക്കുകൾ, തമിഴിലുള്ള ബുക്കുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് തമിഴിലുള്ള ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നത്? അത് ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഈ ജൂൺ 1 തീയതി മുതൽ ജൂൺ 30 തീയതി വരെയൊക്കെ ഒരുപാട് പത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള വാർത്തയാണ്. അതായത് തമിഴ്നാടിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു, തമിഴിൽ പഠിക്കുന്നവർ. അതായത് നമ്മളുടെ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവരുടെ റീജിയണൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ അവരുടെ മദർ ടങ്ങിൽ പഠിക്കാനായിട്ടുള്ള അവകാശം ഓരോ സർക്കാരും ഏർപ്പെടുത്തേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുകയും ഏതാണ് അവരുടെ ലാംഗ്വേജ്, ആ ലാംഗ്വേജിൽ ആ മദർ ടങ്ങിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, തമിഴ് അധ്യാപകരെയൊക്കെ നമ്മളുടെ ഈ PSC ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് അവരുടെ പരീക്ഷകൾ നടത്തിയിട്ട് അവരെ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു. നമ്മൾ യൂണിയന്റെ ലാംഗ്വേജ് കഴിഞ്ഞു, യൂണിയൻ ലാംഗ്വേജിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ സെക്കൻഡ് എന്താ പറഞ്ഞേ?
സ്റ്റേറ്റ് ലാംഗ്വേജുകളെ കുറിച്ചിട്ട് പറഞ്ഞു. തേർഡ് വൺ ഈസ് ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ ലാംഗ്വേജ് എന്തായിരിക്കണം? സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം. 1963 പ്രകാരം ജുഡീഷ്യറിയുടെ ലാംഗ്വേജ് എന്തായിരിക്കണം? ഇംഗ്ലീഷ് ആയിരിക്കണം. ഗവർണേഴ്സിന്, ഹൈക്കോടതിയുടെ കേസസിൽ ഗവർണേഴ്സിന് നമ്മളുടെ പ്രസിഡന്റിന്റെ പ്രയർ കൺസെന്റോട് കൂടിയിട്ട്, അതായത് പ്രസിഡന്റിന്റെ അനുവാദത്തോട് കൂടിയിട്ട് ഹിന്ദി ട്രാൻസ്ലേഷനുകൾ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് പറയുന്നത് എന്താണ്? നമ്മളുടെ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങളുടെ നിർദ്ദേശം അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം. അവിടെ പ്രൊസീഡിങ്സ് നടക്കുന്നതും വിധി പ്രസ്താവം എഴുതുന്നതും ഇംഗ്ലീഷിലായിരിക്കണം, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും. എന്നാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് പറഞ്ഞു അത് ഓക്കെ, അങ്ങനെ തന്നെ. പക്ഷേ ഗവർണേഴ്സിന് തോന്നുകയാണ് ഹൈക്കോടതിയിൽ, പെർട്ടിക്കുലർലി ഹൈക്കോടതിയിൽ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ടുള്ള അവകാശം കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ പ്രയർ കൺസെന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്? ഈ നമ്മളുടെ ഇംഗ്ലീഷ്, അതായത് അവർക്ക് അവസരങ്ങൾ കൊടുക്കാം, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ടിലെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ നമുക്ക് 3 ലാംഗ്വേജ് ഫോർമുലയിലേക്ക് പോകാം. അതായത് എന്താണ് ഈ 3 ലാംഗ്വേജ് ഫോർമുല? 3 ലാംഗ്വേജ് ഫോർമുല ഞാൻ പറഞ്ഞതുപോലെ 3 ഭാഷകൾ ഒരാൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി 3 ഭാഷകൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ലാംഗ്വേജ് ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 1968 എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ 3 ലാംഗ്വേജ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ് അങ്ങനെ ഒരു ലാംഗ്വേജ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കോത്താരി കമ്മീഷൻ. ഓക്കെ, കോത്താരി കമ്മീഷൻ എന്ന് പറയുന്ന കോത്താരി ചെയർമാൻ ആയിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസിന്റെ കമ്മീഷൻ ആയിരുന്നു ഈ 3 ലാംഗ്വേജ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തത്. എങ്ങനെയാണ് 3 ലാംഗ്വേജ്? അതായത് ഒരു റീജിയണൽ സ്റ്റേറ്റിൽ, സദേൺ സ്റ്റേറ്റിൽ പഠിക്കുന്ന ആള്, നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റുകൾ എന്തൊക്കെ പഠിക്കണം? ഹിന്ദി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ദെൻ വേറെ എന്താണ്, നമ്മളുടെ മദർ ടങ് പഠിക്കണം. അതായത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി പഠിക്കണം. ഓക്കെ, ദെൻ ഹിന്ദി സ്പീക്കിങ്ങിലുള്ള ഒരാളാണെങ്കിലോ, ഹിന്ദി സ്പീക്കിങ്ങിലുള്ള ഒരാളാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം? ഹിന്ദിയും പഠിക്കുന്നു, ഇംഗ്ലീഷും പഠിക്കുന്നു. സോ അവര് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കണോ? ദേ മേ ക്യാൻ, അവര് മറ്റ് ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് കൂടി പഠിക്കണം. ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് എ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്, പ്രിഫറബിളി സൗത്ത് ഇന്ത്യൻ ആയിരിക്കണം. വേണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ പഠിക്കാം, പക്ഷെ 3 ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ഹിന്ദിയും ഇംഗ്ലീഷും അല്ലാണ്ട് മറ്റൊരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് അവർ പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ നോർത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നോർത്തിൽ സ്കൂളിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ മറ്റൊരു ഭാഷ കൂടി അവിടെ പഠിക്കുന്നുണ്ടാവും. മേജർലി സാൻസ്ക്രിറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയായിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. മലയാളമൊക്കെ പഠിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ സദേൺ സ്റ്റേറ്റുകളിലാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം? ഹിന്ദിയും ഇംഗ്ലീഷും, ദെൻ അവരുടെ മദർ ടങ്ങും പഠിക്കണം. ഓക്കെ, ദെൻ ഹിയർ കംസ് എ പ്രോബ്ലം. എന്താ പ്രോബ്ലം? നിങ്ങളൊരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന ഒരു തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്ത, അതായത് ജോലി ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. എൻ്റെ മക്കളെ ഞാൻ ഇവിടെ കേരളത്തിലെ ഒരു ഹൈസ്കൂളിൽ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയാണ്. സോ ഞാൻ വീട്ടിൽ സംസാരിച്ചു പോരുന്ന ഭാഷ ഏതാണ്? തമിഴാണ്. ഓക്കെ, സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ അവര് 3 ലാംഗ്വേജ് പോളിസി പ്രകാരം ഏത് ഭാഷകളൊക്കെ പഠിച്ചു? അവരുടെ മദർ ടങ് പഠിച്ചില്ല, സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പഠിച്ചു. ഏതാണത്? മലയാളം പഠിച്ചു, ദെൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹിന്ദി പഠിച്ചു, ദെൻ വീട്ടിൽ ഞാൻ സംസാരിക്കുന്ന തമിഴും പഠിച്ചു. സോ ഒരു സ്റ്റുഡന്റ് 3 ഭാഷ പഠിക്കേണ്ടടുത്ത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആയിട്ടുള്ള ഒരാൾ എത്ര ഭാഷ പഠിച്ചു? 4 ഭാഷകൾ പഠിക്കുകയാണ്. സോ അത് അവർക്കൊരു ബർഡൻ അല്ലേ? സാധാരണ ഒരു സ്റ്റുഡന്റ് 3 ഭാഷ പഠിക്കുന്ന സമയത്ത് ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിലുള്ള ഒരാൾ 4 ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക്, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കി 4 ഭാഷയും പഠിക്കണം, മാത്സും പഠിക്കണം, ഹിസ്റ്ററിയും പഠിക്കണം, സോഷ്യോളജിയും പഠിക്കണം, എല്ലാം പഠിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ നടുവൊടിയുന്ന ഒരു സ്കീം അല്ലേ? സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസിൽ ഉണ്ടായിരുന്നു. സോ
ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസ്, പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് 2020 വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഫോർമുല ചേഞ്ച് ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ 3 ലാംഗ്വേജ് പോളിസി തന്നെ അല്ലെങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല തന്നെ അവര് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഓക്കെ, സോ എന്താണ് കൺസേൺസുകളെല്ലാം നിങ്ങൾക്കറിയാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അതായത് ലാംഗ്വേജ് എന്നുള്ളത് ഒരു ബാരിയർ ആയിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരാനായിട്ട് പാടില്ല. കാരണം ലോകം ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലാംഗ്വേജ് 3 എണ്ണം പടി 4 എണ്ണം പടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും ബാക്കിയുള്ള രാജ്യങ്ങളോടെ എന്താണ് റോബോട്ടിക്സിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ സ്റ്റെം ടെക്നോളജിയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്നവേഷൻസ് കണ്ടെത്തിയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പിള്ളേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4 ലാംഗ്വേജ് 3 ലാംഗ്വേജ് പഠിക്കൂ എന്നുള്ളതാണ്. സോ നമ്മൾ ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും കൾച്ചറൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലാംഗ്വേജ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനു മേലെ നമ്മൾ എന്ത് കൊടുക്കരുത്? ലാംഗ്വേജിന് ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടതില്ല എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. സോ നമ്മൾ സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫോക്കസ് കൊണ്ടു ചെല്ലണം. അല്ലാണ്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം ഇടിപിടിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത്. സോ ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ഇന്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ. ഓക്കെ, 3 കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ പറയുന്നു. 4 കാര്യങ്ങൾ പെർട്ടിക്കുലർലി പറയുന്നുണ്ട്. ഒന്ന്, യൂണിയന്റെ ലാംഗ്വേജ് എന്തായിരിക്കണം, ദെൻ സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് എന്തായിരിക്കണം, ജുഡീഷ്യറിയുടെ ലാംഗ്വേജ് എന്തായിരിക്കണം, ദെൻ അതർ മിസലേനിയസ് പ്രൊവിഷൻ അല്ലെങ്കിൽ അതർ പ്രൊവിഷൻസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ് 3 ലാംഗ്വേജ് പോളിസി അല്ലെങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല? കോത്താരി കമ്മീഷൻ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇടക്കിടക്ക് PSC പോലെയുള്ള പരീക്ഷകൾക്ക് ഇടക്കിടക്ക് എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ്. SSCയിലൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് കോത്താരി കമ്മീഷൻ എന്നാണ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ 3 ലാംഗ്വേജ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഇനി സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ. ദ ഡിഫിക്കൽട്ട് പാത്ത് ഫോർ ട്രംപ്സ് വൺ ബിഗ് ബഡ്ജറ്റ് ബെറ്റ്. അതായത് നമ്മളുടെ ട്രംപ് ഗവർണൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രംപിന്റെ പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഉദ്ദേശം USA-യുടെ മേജർ പബ്ലിക് ഡെപ്റ്റുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല. പകരം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ പബ്ലിക് ഫിനാൻസിനെ കുറിച്ചിട്ടാണ്. സോ എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് USA-യിൽ, അതായത് ഈ പബ്ലിക് ഫണ്ടിങ്ങുകൾ വെറുതെ പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് ഗവൺമെന്റിന്റെ ഒരു ആക്ഷേപം. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഫണ്ടുകൾ USA മുടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം വെട്ടിച്ചുരുക്കിയിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ക്യാമ്പയിനിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ആയിരുന്നു ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എഫിഷ്യൻസീസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഹെഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇലോൺ മസ്ക് ആയിരുന്നു. ഹെഡല്ല, അതിലൊരു മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇലോൺ മസ്ക് ആയിരുന്നു. സോ അദ്ദേഹം അതിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ എന്തോ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പുതിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കും എന്ന് അദ്ദേഹം വമ്പ് പറയുകയുണ്ടായി. എന്താണ് ഇനി അമേരിക്കൻ പൊളിറ്റിക്സിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, അമേരിക്കയുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് എന്നുള്ളതാണ്. സോ ഈ ടേമുകളെ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ദെൻ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോകണം. സോ ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിക്കും. ദെൻ കറന്റ് ഉള്ള ഡെവലപ്ഡ് എക്കണോമിക്സിനെ കുറിച്ച്, ഡെവലപ്ഡ് എക്കോണമീസ് ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യും. ദെൻ പെർട്ടിക്കുലർലി USA-യുമായിട്ട് നമ്മളൊന്ന് നോക്കും. ഓക്കെ, സോ USA ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ആർട്ടിക്കിൾ അവിടെ കവർ ചെയ്തു പോകും. ഓക്കെ, സോ നമുക്ക് ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ബഡ്ജറ്റ് എന്നുള്ളത്? ആർട്ടിക്കിൾ 112 പറയുന്ന ടേമാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ടേം എവിടെ പറഞ്ഞിട്ടില്ല? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എംഫസൈസ് ചെയ്ത് പറയാത്തത്. ഓക്കെ, എന്നാലും ഒന്ന് പറഞ്ഞു പോകാം. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 112 പ്രകാരം ഓക്കെ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും, ബഡ്ജറ്റ് എന്നൊരു വേർഡൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്തിട്ടില്ല.
ഓക്കെ. ദെൻ ബഡ്ജറ്റിന്റെ ഉദ്ദേശം എന്താണ്? ബഡ്ജറ്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്ലാനിങ് നടത്തുക, ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക, എത്ര രൂപ നമ്മൾ പിരിക്കും, റവന്യൂ റെസീപ്റ്റുകൾ എത്ര കിട്ടും, ദെൻ എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ. സോ ഒരു ഗവൺമെന്റിന് എവിടെ നിന്നൊക്കെ പൈസ കിട്ടും? ഇവിടെ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒരു ഗവൺമെന്റിന് എവിടെ നിന്നൊക്കെ എമൗണ്ടുകൾ കിട്ടും? എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ NCERT ലെവലിലേക്ക് വന്നേ. അതായത് ഒരു ഗവൺമെന്റിന് എവിടെ നിന്നൊക്കെ പൈസ കിട്ടുന്നത്? റവന്യൂ റെസിപ്റ്റുകൾ ഉണ്ട്. ഓക്കെ. റവന്യൂ റെസിപ്റ്റുകൾ ഉണ്ട് ഗവൺമെന്റിന്റെ, ക്യാപിറ്റൽ റെസിപ്റ്റുകൾ ഉണ്ട്. ഓക്കെ. റവന്യൂ റെസിപ്റ്റുകൾ ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റുകൾ ഉണ്ട്. റവന്യൂ റെസിപ്റ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. അതായത് ടാക്സ് റവന്യൂസ്, നമ്മൾ കരം കൊടുക്കുന്നുണ്ടല്ലോ, ഇൻകം ടാക്സ് കൊടുക്കുന്നില്ലേ, GST കൊടുക്കുന്നില്ലേ. സോ റവന്യൂസിൽ ഉൾപ്പെടുന്നതാണ് ഈ ടാക്സ്, ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റ് ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ റവന്യൂ റെസിപ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. ദെൻ ടാക്സ് അല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ട്? ഫീസ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്, ദെൻ പെനാലിറ്റീസ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ എന്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്? ഈ റവന്യൂ റെസിപ്റ്റിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റ്, അതായത് റവന്യൂ റെസിപ്റ്റുകൾ, ചെറിയ ചെറിയ വരുമാനങ്ങൾ നമുക്ക് കിട്ടുന്നു. ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റ്. എന്താണ് ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്രിയേറ്റ്സ് എ ലയബിലിറ്റി. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്രിയേറ്റ്സ് എ ലയബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു കാറ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാക്ടറിയിലേക്ക് ഒരു മെഷീനറി വാങ്ങുകയാണ്. ബാലൻസ് ഷീറ്റിൽ ഇത് നമ്മളുടെ അസറ്റ് സൈഡിൽ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളൊരു സ്ഥലത്താണ് ഇത് കാണിക്കുന്നത്. കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ പെർട്ടിക്കുലർലി അറിയാൻ പറ്റുമായിരിക്കും. സോ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞൊരു സെഗ്രിഗേഷൻ ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അസറ്റ് ബിൽഡ് ചെയ്യണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ലോൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് പെർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്യാണ്, മൊത്തമായിട്ട് പ്രൈവറ്റൈസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടി. ഓക്കെ. അതെല്ലാം എന്തിൽ വരും? ഈ ക്യാപിറ്റൽ അക്കൗണ്ടുകളിൽ വരും. സോ റവന്യൂ അക്കൗണ്ട് ഉണ്ട്, നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ. റവന്യൂ അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ദെൻ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് എന്താ വിളിക്കുന്നത്? ഒരു ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതിനെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അത് എന്ത് തരത്തിലുണ്ട്? ഈ പറഞ്ഞ പോലെ തന്നെ റവന്യൂ റെസിപ്റ്റ് പോലെ ക്യാപിറ്റൽ റെസിപ്റ്റ് പോലെ രണ്ട് തരത്തിൽ അതും ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ, ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ആദ്യം തുടങ്ങി പറയാം, നമ്മൾ ഇങ്ങടേക്ക് ഗവൺമെന്റിന് കിട്ടുന്നതിനെ രണ്ട് രീതിയിൽ പറയും: റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഓക്കെ. റവന്യൂ റെസിപ്റ്റിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടാക്സുകൾ കിട്ടുന്നു, നോൺ ടാക്സ് റവന്യൂസ്, ഫീസ് കളക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റവന്യൂ റെസിപ്റ്റിൽ പെടുന്നത്. ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റിൽ എന്തൊക്കെ പെടും? ക്യാപിറ്റൽ റെസിപ്റ്റിൽ നമ്മളൊരു ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനം വിറ്റൊഴിഞ്ഞിട്ട് അതിന്റെ പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ മൊത്തം തുക നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത്, അതിനെന്താ വിളിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ പേയ്മെന്റുകൾ നമ്മൾ എന്താ പറയുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചറുകൾ. ഓക്കെ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് തരത്തിലുണ്ട്? റവന്യൂ റെസിപ്റ്റുകൾ, അതായത് റെക്കറിംഗ് ആയിട്ട് ഏതെങ്കിലും ഒരു അസറ്റ് ബിൽഡ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞേ, എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഒരു അസറ്റ് ബിൽഡ് ചെയ്യാണ്ട് നമ്മൾ എക്സ്പെൻസുകൾ മാത്രമായിട്ട്, അതായത് നമ്മൾ എഴുതി തള്ളുകയാണ് ആ കടം. നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ലാഭമോ ഒന്നുമില്ല. എന്തൊക്കെയാണ്? വെൽഫെയർ സ്കീമുകൾ, പെൻഷൻസ് നമ്മൾ കൊടുക്കില്ലേ? പെൻഷനുകൾ ഈ റവന്യൂ റെസിപ്റ്റ് ആണ്. സാലറീസ് നമ്മൾ പേ ചെയ്യുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. സാലറീസ് പേ ചെയ്യുന്നത് വഴി നമ്മൾ എന്തെങ്കിലും അസറ്റുകൾ ബിൽഡ് ചെയ്യുന്നുണ്ടോ? ദെൻ പെൻഷനുകൾ കൊടുക്കുന്നു, സബ്സിഡീസ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റവന്യൂ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറുകളിൽ പെടുന്ന കാര്യമാണ്. ഓക്കെ. ഡേ ടു ഡേ എക്സ്പെൻസസ് ദാറ്റ് ഡസന്റ് ക്രിയേറ്റ് എനി അസറ്റ്സ്, അസറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, സാലറീസ്, സബ്സിഡീസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്. നമ്മൾ പണ്ട് ഏതെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ലോണിന് നമ്മൾ ഇപ്പോഴും ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് എന്തെങ്കിലും അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് വിൽ ഓൾസോ ഓട്ടോമാറ്റിക്കലി ബിക്കം റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ഞാനൊരു റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തു.
കേരളത്തിലെ ഹൈവേ പണിയുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തു. സോ ഒരു അസറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഓർ റെഡ്യൂസ് ലയബിലിറ്റീസ് എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെന്താ വിളിക്കുന്നത്? നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ എന്തെങ്കിലും ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റിനെ എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ എന്ന് വിളിക്കുന്നത്. സോ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കിട്ടും. ഓക്കെ, സോ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. നമ്മളുടെ എന്താണ് റവന്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻവേർഡ് ആയിട്ടുള്ള നമുക്ക് കയ്യിലേക്ക് കിട്ടുന്ന പണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് സാറേ, ഞങ്ങൾ NCERT ഒക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ വന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇനി ഇപ്പൊ ബേസിക്കുകൾ ക്ലിയർ ആയാലും ഇവിടെ വരെ ബേസിക് ആണ് ഞാൻ പറഞ്ഞത്. റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ എത്ര ട്രില്യൺ എക്കോണമിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത്? ഇന്ത്യ എത്ര ട്രില്യൺ എക്കോണമിയാണ്? അതായത് മോദിജി ഇടക്കിടക്ക് പറയും നമ്മളൊരു ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമിയാണ്. തേർഡ് ലാർജസ്റ്റ് എക്കോണമിയിലേക്കുള്ള പ്രയാണം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. സോ ഹൗ മെനി അവർ GDP എത്ര ട്രില്യൺ ആണ്? നമ്മളുടെ GDP എന്ന് പറഞ്ഞു. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തിനെയും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. മൊത്ത ആഭ്യന്തര ഉൽപാദനം. മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്താ സൂചിപ്പിക്കുന്നത്? ആഭ്യന്തരം, ഇൻവേർഡ്സ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഉൽപ്പാദിക്കുന്നത് എല്ലാത്തിന്റെയും ടോട്ടലിനെയാണ് GDP എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ GDP എത്രയാണ്? അറൌണ്ട് 4 ട്രില്യൺ. ഓക്കെ, അറൌണ്ട് 4 ട്രില്യൺ. ബേസിക്സ് ആണ്, മനസ്സിലാക്കുക. ഇത് പലർക്കും അറിയില്ല. UPSC മെയിൻസ് എഴുതുന്ന പലർക്കും പോലും എത്രയാണ് നമ്മളുടെ GDP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ട്രില്യൺ. അത് ഡോളറിലാണോ INR-ലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. സോ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക, ഈ 4 ട്രില്യൺ എക്കോണമി, അറൌണ്ട് 4 ട്രില്യൺ, 3.89 ട്രില്യൺ ആണ് നമ്മളുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ റുപ്പിയില് ഇന്ത്യൻ GDP എത്ര വരും? ഇന്ത്യൻ റുപ്പിയില് ഇന്ത്യൻ GDP എത്ര വരും? 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുന്നേ 1 ട്രില്യനെ നമുക്കൊന്ന് വിശദീകരിക്കാം. 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ്? അല്ലെങ്കിൽ എത്രയാണ് 1 ട്രില്യൺ? 1 ലക്ഷം കോടിയാണ് 1 ട്രില്യൺ എന്ന് പറയുന്നത്. എത്രയാണ്? 1 ലക്ഷം കോടി. 1 കോടിയല്ല, 10 കോടിയല്ല, 10,000 കോടിയല്ല, 1 ലക്ഷം കോടിയെയാണ് നമ്മൾ 1 ട്രില്യൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഒരു ലക്ഷ്യം എന്താണ്? 4 ട്രില്യൺ എക്കോണമി ആവുക. 3.89 ട്രില്യൺ ആയി നമ്മൾ, ഓൾമോസ്റ്റ് 4 ട്രില്യൺ എക്കോണമി നമ്മളായി. നമ്മളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? 10 ട്രില്യൺ ഡോളർ എക്കോണമി ആവുക. നമ്മളുടെ മുന്നത്തെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ്, അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പേരാണ് 10 ട്രില്യൺ ഡോളർ ഡ്രീം. സോ 10 ട്രില്യൺ ഡോളർ ആവുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, സോ നെക്സ്റ്റ് കേസ്. അപ്പോൾ നമ്മളുടെ 4 ട്രില്യൺ ആണ് നമ്മളുടെ വരുമാനം, അല്ലെങ്കിൽ നമ്മളുടെ GDP എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇന്ത്യയുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എത്രയാണ്? അല്ലെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 47.16 ട്രില്യൺ. കർത്താവേ, 4 ട്രില്യൺ ആണ് നമ്മളുടെ ഡ്രീം, അല്ലെങ്കിൽ നമ്മൾ എത്താൻ പോകുന്നത്. ഇവിടെ 47.16 ട്രില്യൺ ആണ് നമ്മളുടെ എക്സ്പെൻഡിച്ചർ. അതങ്ങനെ വന്നത്, ഞാൻ UPSC പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഡൗട്ടാണ്. ഈ 4 ട്രില്യൺ 5 ട്രില്യൺ എക്കോണമിയിലേക്കൊക്കെ നമ്മൾ നയിക്കുന്നു. പക്ഷേ നമ്മളുടെ ബഡ്ജറ്റ് എടുത്ത് ഞാൻ ഇങ്ങനെ പഠിക്കാൻ ആവേശത്തോടു കൂടി വന്നു കഴിയുമ്പോൾ അതിൽ 4 ട്രില്യൺ 5 ട്രില്യൺ 47 ട്രില്യൺ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊരു 37 ട്രില്യൺ ആയിരുന്നു. സോ ഇതെന്താണ്? ഈ ഒരു അന്തരം എന്താണ്? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് US ഡോളറിലാണ്. ഓക്കെ, GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് US ഡോളറിലാണ്. ഓക്കെ, US ഡോളറിനെ സംബന്ധിച്ച് 4 ട്രില്യൺ ആണ് നമ്മളുടെ എക്കോണമി, അല്ലെങ്കിൽ US ഡോളറിൽ അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ എക്കോണമി 4 ട്രില്യൺ ആണ്.
അത് ഇന്ത്യൻ ഡോളറിലേക്ക് ഇന്ത്യൻ റുപ്പീസിലേക്ക് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 324.11 ട്രില്യൺ എത്രയാണ്? 324, ഏകദേശം 325 ലക്ഷം കോടി രൂപയാണ്. സോ 325 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ GDP. ഓക്കെ, മനസ്സിലായോ? 5 ട്രില്യൺ ഡോളറിലാണ് പറയുന്നത്, അല്ലെങ്കിൽ 4 ട്രില്യൺ ഡോളറിലാണ്. ഇന്ത്യയുടെ രൂപ കണക്കിൽ എത്രയാണ് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്? 325 ലക്ഷം കോടി, അല്ലെങ്കിൽ 325 ട്രില്യൺ. ഓക്കെ, ലക്ഷം കോടി രൂപയാണ്. ദെൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ എന്തൊക്കെയാണ് തറവായിട്ട് പഠിച്ചു പോയത്? ഒന്ന്, റവന്യൂ റെസീപ്റ്റുകൾ. ഓക്കെ, റവന്യൂ റെസീപ്റ്റുകൾ, ടോട്ടൽ റെസീപ്റ്റ്സ്, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറുകൾ. ഓക്കെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ പറയുന്നത് ഏകദേശം 47.16 ട്രില്യൺ. 324 എന്നുള്ളത് നമ്മളുടെ GDP ആണ്. അതിൽ 47, ഏകദേശം 48 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, സോ പെർസെന്റേജ് കണക്കെടുത്ത് എങ്ങനെയാ പെർസെന്റേജ് കാണുന്നത്? നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. 47 ഡിവൈഡഡ് ബൈ 324 ഇൻറ്റു 100. ഓക്കെ, നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 നമ്മൾ എടുത്തു. എന്ത് കിട്ടി നമുക്ക്? ഏകദേശം ഒരു 14%. 14% ആണ് നമ്മളുടെ എക്സ്പെൻഡിച്ചർ ടു GDP. അല്ലെങ്കിൽ GDPയോട് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാ വരുന്നത്? 14%, 14%. ഓക്കെ, ദെൻ ഇന്നത്തെ പത്രത്തിലേക്ക് വരിക. പത്രം എടുക്കുക, ആർട്ടിക്കിൾ എടുക്കുക. എന്താണ്? എക്സ്പെൻഡിച്ചർ ആസ് പെർസെന്റേജ് ഓഫ് GDP ഇൻ US എക്കോണമി എത്രയാണ്? തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 36.49%. സോ ഒരു US-നെ കമ്പയർ ചെയ്യുമ്പോൾ, US-നെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ എത്ര പെർസെന്റേജ് ആണ്? അതായത് 36%. അവരുടെ GDP-യുടെ 36%, ഏകദേശം 37% അവര് പബ്ലിക് എക്സ്പെൻഡിച്ചറുകളായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ബഡ്ജറ്റിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത് GDP-യുടെ 37%. ഫ്രാൻസിന്റെ നോക്കി, ഫ്രാൻസിന്റെ 56%. അതായത് GDP-യുടെ 50% മേലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിട്ട് ആര് സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫ്രാൻസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജർമ്മനിയും ഏകദേശം 50% അടുത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ ഒരു 40% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ എവിടെ കിടക്കുകയാണ്? ഇന്ത്യയുടെ 14:16 റേഷ്യോയിൽ കിടക്കുകയാണ്. സോ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെന്റേജ് ഓഫ് GDP മറക്കുവോ? ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചർ ടു പെർസെന്റേജ് ഓഫ് GDP. ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഒരു ആർട്ടിക്കിൾ സ്പെസിഫിക്കലി റെലവെന്റ് അല്ല എന്നൊക്കെ പറഞ്ഞു പോകാം. പക്ഷേ എക്കണോമിക്സിൽ മെയിൻസിന് ഒരു ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറുകളെ കുറിച്ചിട്ടൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടന്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട്, അതായത് India's percentage of GDP in public expenditure is only 14%, while comparing to the USA, France, Germany and Japan, it is minimal. So we need to increase our public expenditure എന്ന് പറഞ്ഞൊരു വാക്യം നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ മാർക്ക് വീഴും. ദ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ തുടങ്ങാൻ വേണമെങ്കിൽ കഥയൊക്കെ പാടി തുടങ്ങാം. പക്ഷേ ക്രിസ്പായിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിസിൽ നമ്മൾ ആൻസർ എഴുതുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. GDP-യുടെ ഇത്ര ശതമാനം, എന്ത് GDP എന്ന് പറയുന്നത് മൊത്തം വരുമാനം, സിമ്പിൾ കാര്യങ്ങളല്ലേ. GDP-യുടെ മൊത്തം, അതായത് ഇന്ത്യയിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതിന്റെ എത്രയോ പെർസെന്റേജ് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതിന്റെ എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ നമ്മൾ നോക്കി ഇന്ത്യയുടെ GDP എത്രയാണ്. അപ്പൊ നമ്മൾ US ഡോളറിൽ എടുത്ത് നോക്കിയപ്പോൾ 4 ട്രില്യനേ ഉള്ളൂ. അപ്പൊ അത് ഇന്ത്യൻ രൂപയിൽ എത്ര വരും? 325 ട്രില്യൺ വരും. 325 ട്രില്യൺ ഇന്ത്യൻ രൂപ. അതിൽ പക്ഷേ എത്രയാണ്? 47%. അടുത്ത വർഷം എത്രയാവും? 50 ട്രില്യൺ ഡോളറാണ് നമുക്ക് എന്ത് വരുന്നത്? എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് കണ്ടോ? 50.65 ട്രില്യൺ. സോ 50 ട്രില്യൺ അടുത്താണ് നമ്മളുടെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറുകൾ വരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളൊരു പെർസെന്റേജ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഒരു 14-15% മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ ആണോ? ദെൻ
നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബോറോയിങ്സ് അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ റെസീപ്റ്റ്, അതായത് നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസീപ്റ്റ്സും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതായത് നമ്മളുടെ കയ്യിലേക്ക് വരുന്ന എമൗണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എനിക്ക് 10,000 രൂപ ശമ്പളമുണ്ട്. ഓക്കെ, എന്റെ ചെലവ് 15,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ എന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ എന്റെ ശമ്പളത്തിനേക്കാളും 5,000 രൂപ കൂടുതൽ. എനിക്ക് അങ്ങനെ ചെലവ് ചെയ്യാനായിട്ട് പറ്റുമോ? എന്റെ 10,000 രൂപയേ ഉള്ളൂ, പക്ഷെ 5,000 രൂപ കൂടുതലായിട്ട് എനിക്ക് ചെലവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്റെ വരവും ചെലവും തുല്യമായിരിക്കണം. സോ ഇത് ടാലിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ടാലിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോണുകൾ എടുക്കും, അല്ലെങ്കിൽ EMI എടുക്കും. ഗവൺമെന്റും അത് തന്നെ ചെയ്യും. ഓക്കെ, സോ ഗവൺമെന്റും അത് തന്നെ ചെയ്യും. ഓക്കെ, അതിനെ പറയുന്ന പേരാണ്, ഗവൺമെന്റുകൾ എടുക്കുന്ന ലോണിനെ പറയുന്ന പേരാണ് എന്ത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട്, സ്പെൻഡുകൾ കൂടുതൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ എടുക്കുന്ന ലോണിനെയാണ് എന്ത് പറയുന്നേ? നമ്മളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റുകൾ എന്ന് പറയുന്നത്. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്. ഓക്കെ, എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസീപ്റ്റുകൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടും. ഇവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എഴുതിയിട്ടുണ്ടോ എത്രയാണെന്ന്? ഇല്ല. ഇവിടെ എങ്ങനെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാണും? നമ്മൾ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസീപ്റ്റുകൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടും. സോ 47.16 ട്രില്യൺ എന്നുള്ളതാണ് നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതിൽ നിന്ന് ഈ ടോട്ടൽ റെസീപ്റ്റുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടും. ഇവിടെ എഴുതിയിരിക്കുന്നതാണോ എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്, വിച്ച് മീൻസ് എന്താണ്? എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ് എഴുതിയിരിക്കുന്നത് എന്താണ്? എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് സിംപ്ലി മീൻസ് ബോറോയിങ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എത്രയാണോ ബോറോ ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. സോ 31.47 ട്രില്യൺ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? 31.47 ട്രില്യൺ. അതിനോടൊപ്പം ഗവൺമെന്റിന്റെ ബോറോയിങ് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് 31.47 വന്നിരിക്കുന്നത്. അതിനോടൊപ്പം ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബോറോയിങ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? സിംപിളി മനസ്സിലാക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വിട്ടേക്കുക. സിംപിളി മനസ്സിലാക്കുക. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ബോറോ ചെയ്യുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ഗവൺമെന്റ് ബോറോ ചെയ്യുന്ന എമൗണ്ട് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എത്ര പെർസെന്റേജ് ആണ് ബോറോ ചെയ്യുന്നത്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്ര പെർസെന്റേജ് ആണ് ബോറോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് അറൌണ്ട് 4.8%. 2023 കഴിഞ്ഞ 23-22 കാലഘട്ടങ്ങളിൽ അറൌണ്ട് 10% അടുത്ത് വന്നു. ദെൻ നമ്മൾ കുറച്ച് കൊണ്ടുവന്നു. കാരണം കടം വാങ്ങിക്കുന്നത് നല്ലതാണോ? കുറച്ച് കടം വാങ്ങിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടം വീട്ടാൻ പറ്റാണ്ട് വരും. ദെൻ കടം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പാടില്ല? കടം വാങ്ങിച്ച് വിരുന്ന് കൊടുക്കരുത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ? അതേപോലെ കടം വാങ്ങിച്ച് റവന്യൂ റെസീപ്റ്റുകളിൽ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, കടം വാങ്ങിച്ചിട്ട് റവന്യൂ റെസിപ്റ്റ് എന്താ? സാലറി കൊടുക്കാനായിട്ട്. കടം വാങ്ങിച്ചിട്ട് നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല? അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതെന്താ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? അതായത് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ ഈ പെൻഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കില്ലേ? അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അസറ്റ് വിറ്റിട്ട് ഒരു വരുമാനം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അസറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു വരുമാനം കിട്ടുകയുള്ളൂ. സോ കടം വാങ്ങിക്കുന്നത് നമ്മൾ റവന്യൂ റെസിപ്റ്റുകളിലേക്ക് പോവാതിരിക്കുക. നമ്മളുടെ വീട്ടിലെ ചിലവ് ഉദ്ദേശിച്ചാൽ മതി. കടം വാങ്ങിച്ചിട്ട് നമ്മളൊരു ബർത്ത്ഡേ പാർട്ടി നടത്തി, അല്ലെങ്കിൽ ഒരു എന്ത് നടത്തി? ഒരു വിവാഹ സദ്യ നമ്മൾ കടം വാങ്ങിച്ചിട്ട് നടത്തി. വിവാഹം കഴിച്ച് ഭക്ഷണം കഴിച്ച് അവരങ്ങോട്ട് വീട്ടിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. നടത്തിയ ആള് കടത്തിലാകും. പക്ഷേ കടം വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ഫാക്ടറി തുടങ്ങി, എന്നിട്ട് ഫാക്ടറിയിൽ നിന്ന് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് നല്ല കാര്യമാണ്. കടം വാങ്ങിച്ചിട്ട് കുറച്ച് കടം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഗവൺമെന്റിനും അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റിനും ഈ റൂള് ബാധകമാണ്. ഓക്കെ, സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കടമയാണ്, ഗവൺമെന്റിന്റെ ബോറോയിങ്ങിനെയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അത് GDP-യുടെ എത്ര പെർസെന്റേജ് ആണ്? അറൌണ്ട് 4.8%. നമ്മളൊരു
2.5 അല്ലെങ്കിൽ 3%-നെയൊക്കെ അടുത്ത് ലിമിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ദെൻ ദെൻ ടാക്സ് റെസീപ്റ്റ്. ഇവിടെ ഗവൺമെന്റിന്റെ റവന്യൂ കളക്ഷൻ. ഓക്കെ, ടാക്സ് റെസീപ്റ്റ്. ടാക്സ് റെസീപ്റ്റുകൾ നോക്കിയേ. ഇന്ത്യയുടെ ടാക്സ് റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ടാക്സ് റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂസ് എന്തൊക്കെ? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, GST, അങ്ങനെയുള്ള ടാക്സ് റെസീപ്റ്റുകൾ, കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെയുള്ള ടാക്സ് റെസീപ്റ്റുകൾ എല്ലാം കൂട്ടി എത്ര ട്രില്യൺ വരുന്നുണ്ട്? 25.57 ട്രില്യൺ, 26 ട്രില്യൺ എന്ന് കൂട്ടുക. ഓക്കെ, സോ 26 ട്രില്യൺ ഡിവൈഡ് ചെയ്തേ നമ്മൾ. 25 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 324. അപ്പൊ നമ്മൾ GDP-യിൽ എത്ര ശതമാനമാണെന്ന് നോക്കാൻ പോവാണ്. 25 ഡിവൈഡഡ് ബൈ GDP ഇൻറ്റു 100 എത്ര വരും? ഏകദേശം 11%-ഓളമാണ് ഇന്ത്യയുടെ. ഏകദേശം 11%, 10%, 11%-ത്തിൽ കറങ്ങി കടിക്കുന്ന ഒരു ഫിഗർ ആയിരിക്കും ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ. സോ ഇവിടെ ഇനി ഒന്ന് നോക്കിയേ. ഇറ്റലിയുടെ എത്രയാണ്? ഫ്രാൻസിന്റെ എത്രയാണ്? കാനഡയുടെ എത്രയാണ്? ടാക്സ് ടു GDP കമ്പാരിസൺ. അതായത് GDP-യുടെ ഇത്ര ശതമാനം ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് എക്കോണമിക് കോർപ്പറേഷൻ ഫോർ ഡെവലപ്മെന്റ്, OECD കൺട്രീസിന്റെ ആവറേജ് എത്രയാണ്? 30-ന് മേലെയാണ്. US-ന്റെ പെർട്ടിക്കുലർലി എടുത്തേ, അറൌണ്ട് 20-ക്ക് മേലെയാണ്. ഇവിടെ എത്രയാ വരുന്നത്? 30-ക്ക് അടുത്ത് വരുന്നുണ്ട്. സോ ഇത് തെറ്റാണോ? എനിവേ എന്തായാലും 20-ക്ക് മേലെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ ജർമ്മനിയുടെ എത്ര വരുന്നുണ്ട്? ജർമ്മനിയുടെയും അറൌണ്ട് 25-ന് മേലെ വരുന്നുണ്ട്. കാരണം ജർമ്മനി എന്ന് പറഞ്ഞാൽ ഹൈ ടാക്സ് കൺട്രീസ് ആണ്. ഓക്കെ, അവർ എന്ത് പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 50% വരെ ടാക്സ് അടിച്ചു വിടും. നമ്മളുടെ നഴ്സുമാരൊക്കെ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. അവർക്ക് ഹൈ ടാക്സുകളാണ് അവർ പേ ചെയ്യേണ്ടി വരുന്നത്. ദെൻ കാനഡ നോക്കിയേ. കാനഡയും അറൌണ്ട് 30%, 28-27%-ന് അടുത്ത് കാനഡയും എന്തുണ്ട്? ടാക്സ് ടു GDP റേഷ്യോ ഉണ്ട്. ഇന്ത്യയുടെ അറൌണ്ട് 50%. ഈ 50% വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് സ്റ്റേറ്റ് ടാക്സുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അതായത് സ്റ്റേറ്റുകൾ പിരിക്കുന്ന ചെറിയ ചെറിയ ടാക്സുകൾ ഉണ്ടല്ലോ. സോ അങ്ങനെയുള്ള ടാക്സുകൾ, എല്ലാ ടാക്സുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 50%. അല്ലെങ്കിൽ അറൌണ്ട് 10-11% ആയിരിക്കും ഇന്ത്യയുടെ. യൂണിയൻ ടാക്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ടു GDP കമ്പാരിസൺ എത്ര? 11%-12%-ന് അടുത്തായിരിക്കും വരിക. ചൈനയുടെ എത്രയാണെന്ന് അറിയാമോ? ചൈനയുടെ ടാക്സ് GDP-യോട് നോക്കുമ്പോൾ അവർ കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ എമൗണ്ട് എത്രയാണെന്ന് അറിയാമോ? അറൌണ്ട് 18% ആണ്. 18-20% ആണ് ചൈനയുടെ ടാക്സ് ടു GDP റേഷ്യോ. ഓക്കെ, സോ ടാക്സ് റെസീപ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. എത്രയാണ് എന്നൊരു ഏകദേശ രൂപം കിട്ടി. അതായത് ഇതൊക്കെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം മതി കേട്ടോ. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതായത് നമ്മൾ ഏതെങ്കിലും അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പണം മുടക്കുന്നു. അത് എത്ര ട്രില്യനാണ്? നമുക്ക് കുറച്ചേ മുടക്കുന്നുള്ളൂ. 10.18 ട്രില്യൺ. എത്രയാണ്? 10.18 ട്രില്യൺ. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇന്ത്യയുടെ ടാക്സ് റെസീപ്റ്റ് എത്രയാണ്? 25 ലക്ഷം കോടിയാണ്, അല്ലെങ്കിൽ 25 ട്രില്യൺ ആണ്. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 10 ട്രില്യൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന പൈസയുടെ ടാക്സ് റെസീപ്റ്റിന്റെ എത്ര? 1/3. 30 ട്രില്യൺ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക, 10 ട്രില്യൺ, 1/3 മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് കിട്ടുന്ന പൈസയുടെ. ദെൻ നമ്മൾ പണം തികയാത്തോണ്ട് കടമെടുക്കുന്നുണ്ട്. എത്ര കടമെടുക്കുന്നുണ്ട്? 31 ട്രില്യൺ, 47 ട്രില്യണിലേക്ക് എത്തണം. സോ ഒരു 17 ട്രില്യൺ അടുത്ത് നമ്മൾ എന്തെടുക്കുന്നുണ്ട്? കടം എടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് കടം എടുക്കുന്നുണ്ട്. 17 ട്രില്യൺ കടം എടുക്കുന്നുണ്ട്. 25 ട്രില്യൺ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് റെസീപ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 10 ട്രില്യൺ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് കൊടുക്കുന്നുള്ളൂ. നമ്മൾ പാവം കണ്ടിട്ടാണ്. നമ്മൾ 10 ട്രില്യൺ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വിച്ച് മീൻസ് എന്താണ്? നമ്മളുടെ റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ കൂടുതലാണ്. സാലറിക്ക് വേണ്ടി പേ ചെയ്യുന്നത്, സബ്സിഡീസിന് വേണ്ടി പേ ചെയ്യുന്നത്, ദെൻ വേറെ എന്താണ്?
ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി പേ ചെയ്യുന്നത്. സോ ഇതെല്ലാം വളരെ ഹൈ ആണ്. കാരണം നമുക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു SBIയുടെ എംപ്ലോയി ആണ്, എനിക്ക് 10,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ 30,000 രൂപയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? 30,000 രൂപയ്ക്ക് ആളുകൾ വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വിടുകയാണ്, ഒരു കല്യാണ പാർട്ടി നടത്തുകയാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി നടത്തുകയാണ്. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ത്യയുടെ ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ 10.18 ട്രില്യണിലാണ് മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ നടത്തുന്നത്. സോ വി ഹാവ് എ വെരി 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 ലോ. 10 ട്രില്യൺ എന്ന് പറയുമ്പോൾ 400 എത്ര വരും? നമ്മളുടെ ഒരു 324ന്റെ 10 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 10, അതായത് 10%, അതായത് ഒരു 6-7% ഒക്കെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ ഡെപ്റ്റ് ടു GDP റേഷ്യോ, അതായത് എത്ര പെർസെൻറ്റേജ് ആണ്? ഇവിടെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഡെഫിസിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്? നമ്മളുടെ 4.8% ആണ്. ലോകരാജ്യങ്ങളുടെ ഒന്ന് നോക്കിയേ. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% ഓഫ് ദ GDP ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ. ദെൻ മേജർ അഡ്വാൻസ്ഡ് എക്കോണമി ഏറ്റവും കൂടുതൽ 4.1% ആണ്. ഓക്കെ, സോ ആ ഒരു കാര്യത്തിൽ നമ്മളെ ലോകരാജ്യങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ടോ? ഉണ്ട്. 4.4%. ഓക്കെ, ദെൻ ലോകരാജ്യങ്ങളുടെ ഡെപ്റ്റ് എത്രയാണ്? അതായത് ഒരു രാജ്യത്തിന്റെ പൊതു കടം, ഈ വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ല, പൊതു കടം, എന്റെ രാജ്യം എത്ര കടക്കെണിയിലാണ് എന്നുള്ളതാണ്. US വെച്ച് നോക്കുകയാണെങ്കിൽ 120% GDPയുടെ 120%, അതായത് GDP മൊത്തവും പിന്നെ ഒരു 20% കൂടി കടത്തിലാണ്. ആര്? USA. ഓക്കെ, ദെൻ അഡ്വാൻസ്ഡ് എക്കോണമീസ്, അതായത് മേജർ അഡ്വാൻസ്ഡ് എക്കോണമി, ഫ്രാൻസ്, ജർമ്മനി തുടക്കമുള്ള അഡ്വാൻസ്ഡ് എക്കോണമീസ് ആണെങ്കിൽ അറൌണ്ട് 108%ലാണ് GDPയുടെ കടം വരുന്നത്. ഇന്ത്യ ആണെങ്കിലോ 82%. ഇറ്റ്സ് എ മോഡറേറ്റ്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ രഘുറാം രാജനെ പോലെ അടക്കമുള്ള എക്കോണമിസ്റ്റുകൾ പറയുന്നത് കടം കൂടുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അതായത് ഇനി ഒരു 25 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ കടം എന്ന് പറയുന്നത് GDPയുടെ 100% ഒക്കെ ആകും. ഫുൾ കൺഫ്യൂഷനിലായില്ലേ? കൺഫ്യൂഷനിലായി. എനിക്കറിയാം നിങ്ങൾ GDP, അതിന്റെ പെർസെൻറ്റേജ്, തേങ്ങ മാങ്ങ എന്നൊക്കെ പഠിച്ചിട്ട് എക്കണോമിക്സിനെ ഏറ്റവും വെറുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ക്ലാസിന്റെ എൻഡിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയോ സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഡെപ്റ്റ് ടു GDP റേഷ്യോയോ, അതെന്ത് സാധനമാണ്? അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ കൂടുതൽ ഒരു കോംപ്ലിക്കേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഒരു കാര്യം കൂടി ഇനി ചെയ്യാനുണ്ട്, ഇവിടെ റിവൈസ് ചെയ്യാനായിട്ടുണ്ട്. സോ നമ്മൾ ആദ്യ ഭാഗത്തിലേക്ക് ഒന്ന് പോവുകയാണ്. റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ എന്താ ഇന്ന് പഠിച്ചെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു. റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് കുറച്ച് പൈസകൾ ആളുകളുടെ അടുത്ത് നിന്ന് സർക്കാരിന് കിട്ടും. ഞാൻ സർക്കാരാണ്, ഞാനാണ് കേന്ദ്ര ഗവൺമെന്റ്, ഐ ആം ദ ഗവൺമെന്റ്, മാത്യു ഗവൺമെന്റ്. ഓക്കെ, സോ എനിക്ക് ആരൊക്കെ പൈസ തരും? ടാക്സിൽ നിന്ന് ടാക്സുകൾ കളക്ട് ചെയ്യുന്നത്, ഫീസുകൾ കളക്ട് ചെയ്യുന്നത് എല്ലാം കിട്ടും. ഞാൻ സ്പെൻഡ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, ഞാൻ സ്പെൻഡ് ചെയ്യുന്നതുണ്ട്. എന്തിനൊക്കെ സ്പെൻഡ് ചെയ്യും? സാലറീസ് കൊടുക്കാൻ സ്പെൻഡ് ചെയ്യും. IAS ഓഫീസേഴ്സിന് സാലറി കൊടുക്കണം. ദെൻ SSCയിൽ കയറിയിരിക്കുന്ന SSCയുടെ ഓഫീസേഴ്സിന് സാലറി കൊടുക്കണം. ദെൻ ടീച്ചേഴ്സിന് സാലറി കൊടുക്കണം. ദെൻ വേറെ എന്തൊക്കെയുണ്ട്? പെൻഷൻസ് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് പെൻഷൻസ് കൊടുക്കണം, സബ്സിഡീസ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി സബ്സിഡീസ് കൊടുക്കണം, ഫ്ലോർ പ്രൈസ് മാനേജ് ചെയ്യണം. ഇങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട്. അത് മാത്രമുള്ളോ? അല്ല, റോഡ് പണിയാനായിട്ടുണ്ട്. ഇതിനെല്ലാം പൈസ വേണമല്ലോ, പൈസ വേണം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് തികയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കടം വാങ്ങി. കടം വാങ്ങിയതിനെ എന്ത് പേരിട്ട് വിളിച്ചു? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ അല്ലെങ്കിൽ കടം വാങ്ങുമ്പോഴുള്ള ഏറ്റവും അടിസ്ഥാന തത്വം എന്താണ്? കടം വാങ്ങിയിട്ട് വിരുന്ന് നടത്തരുത് എന്നുള്ളതാണ് എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ രാഷ്ട്രമായി കഴിഞ്ഞപ്പോഴും ഞാൻ ആ പോളിസി തന്നെ ഫോം ചെയ്യണം, അല്ലെങ്കിൽ ആ പോളിസി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾക്കായിരിക്കണം കടം വാങ്ങിക്കുന്നത് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ബേസിക്കുകൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ പത്രം ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. USA കാര്യങ്ങൾ പൊക്കോട്ടെ, എനിക്ക് ഇന്ത്യയിൽ എന്താണ് നടക്കേണ്ടത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇന്ത്യൻ എക്കോണമിയെ വിശദമായിട്ടൊന്ന് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ പത്രങ്ങളിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ വാർത്ത എന്റെ കണ്ണിൽ പെട്ടു. എന്താണ് ആ വാർത്ത?
ഇന്ത്യൻ എക്കോണമി 4 ട്രില്യൺ US ഡോളറിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സോ 4 ട്രില്യൺ, ഞാൻ എന്റെ മനസ്സിലാലോചിച്ചു, 4 ലക്ഷം കോടി രൂപ, 4 ലക്ഷം കോടി US ഡോളർ. അപ്പൊ ഞാൻ എന്ത് കൺവേർട്ട് ചെയ്തു, അത് ഇന്ത്യൻ ഡോളറിലേക്കാണെങ്കിൽ എത്ര വരും, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലേക്കാണെങ്കിൽ എത്ര വരും? ഓക്കെ, സോ ഞാനൊന്ന് ആലോചിച്ചു. ഞാൻ ഇപ്പോഴത്തെ കറൻസി എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് വെച്ചിട്ട് ഇൻഡു ചെയ്തു. എനിക്ക് എത്ര കിട്ടി? 325 lakh crore, അല്ലെങ്കിൽ 325 ട്രില്യൺ, 325 ലക്ഷം. ഞാൻ ഞെട്ടിപ്പോയി. 325 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ GDP ഉള്ള ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, ദെൻ 325 ലക്ഷം രൂപയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ലക്ഷം കോടി രൂപയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദെൻ ഇതില് എത്രയാണ് എന്റെ റവന്യൂസ് എന്ന് ഞാൻ നോക്കി. എത്രയാണ് എന്റെ റവന്യൂസ് എന്ന് ഞാൻ നോക്കി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. 31 ട്രില്യൺ, ഏകദേശം 14% മാത്രം. എത്രയാണ് റവന്യൂ റെസീപ്റ്റ്, അല്ലെങ്കിൽ ടോട്ടൽ റെസീപ്റ്റുകൾ എത്രയാ വരുന്നേ? 14% മാത്രമാണ് ടോട്ടൽ റെസീപ്റ്റുകൾ വരുന്നേ. ഓക്കെ, ദെൻ എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറുകൾ നോക്കിയപ്പോൾ 325 ട്രില്യൺ ഡോളർ ഉണ്ട്. പക്ഷേ 47% മാത്രമേ ഞാൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറുകളായിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏകദേശം ഒരു 14-15% വരും അത്. പക്ഷെ US എത്രയാണ്? 36%. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ്. ദെൻ സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ്, ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കുറവാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ കൺട്രി അല്ലേ, നല്ല രാജ്യമല്ലേ, അത് സ്പെൻഡ് ചെയ്യുന്നത് വിരുന്ന് നടത്താനായിട്ടല്ല, വിച്ച് മീൻസ് റവന്യൂ റെസീപ്റ്റിലല്ല, നല്ല റോഡുകൾ ഉണ്ടാക്കാനായിട്ടും നല്ല പൊതുഗതാഗതങ്ങൾ ഉണ്ടാക്കാനായിട്ടും, അല്ലെങ്കിൽ നല്ല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ പോലുള്ള ഫാക്ടറീസ് ഉണ്ടാക്കാനായിട്ടും ഒക്കെ ആയിരിക്കും വിചാരിക്കുന്നതെന്ന് വിചാരിച്ചു. സോ ഞാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കി കഴിഞ്ഞപ്പോഴാണ് 10 ട്രില്യൺ ഡോളർ മാത്രമേ ഉള്ളൂ. അതായത് 47-ല് 10 ട്രില്യൺ ഡോളർ മാത്രമേ ഉള്ളൂ, വിച്ച് മീൻസ് അറൌണ്ട് 6%. ഞാൻ ഞെട്ടിപ്പോയി. 47% എനിക്ക് കിട്ടിയിട്ടും ഞാൻ 10 ട്രില്യൺ, അതായത് 47 രൂപ കിട്ടിയിട്ടും 10 രൂപ മാത്രമേ ഞാൻ എന്തിന് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് ഞാൻ എന്താ ചെയ്തേ? റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്കാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്ക് സ്പെൻഡ് ചെയ്തതും കൂടാണ്ട് ഞാൻ കുറച്ചും കൂടി കടവും എടുത്തു. അതും എങ്ങടേക്കാ പോയേ? റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്കാ പോയേ. സോ ഞാൻ മനസ്സിലാക്കി, ഞാൻ കടം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്റെ ഇന്ത്യൻ ഗവൺമെന്റ് കടം വാങ്ങിച്ചിട്ട് വിരുന്ന് നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നമ്മൾ മേജർലി നമുക്കൊരു പോസിറ്റീവ് കാര്യമുണ്ട്. എന്താണ് പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതായത് ബോറോയിങ്ങുകൾ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. 10% ദെൻ അത് നമ്മൾ കുറച്ച് 4.4%-ലേക്കൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നോർമൽ ലോകരാജ്യങ്ങളായിട്ട് നോക്കിക്കഴിയുമ്പോൾ US ആണെങ്കിൽ ഒരു 5% അടുത്തേ വരുന്നുള്ളൂ. ഫ്രാൻസിന്റെ ആണെങ്കിൽ 4.8% അല്ലെങ്കിൽ 7% ഇതിനടുത്തൊക്കെ വരുന്നുള്ളൂ. നമ്മളത് കുറച്ച് എന്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്? 4.4%-ലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ ആണോ? സോ ഈ ഒരു സ്ലൈഡിൽ നിന്ന് മാത്രം എനിക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് കിട്ടി. ഓക്കെ, ദെൻ നമ്മളിത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെ കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2003 ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതിൽ ഫിസിക്കൽ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ ഒരു സ്ലൈഡിംഗ് പാത്തിൽ കുറച്ച് കൊണ്ടുവരണം എന്നുള്ളത് NK സിംഗിന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പഠിക്കാം. ഇവിടെ ഞാൻ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ തലച്ചോറിനെ ബൊമ്പാർഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോവാം. എത്ര ട്രില്യൺ എക്കോണമി, അതിൽ എത്ര ശതമാനമാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ, എത്ര ശതമാനമാണ് നമ്മളുടെ റവന്യൂ. ദെൻ ടാക്സ് റെസിപ്റ്റുകൾ എത്രയാണ്? ഏകദേശം ഒരു 26 ട്രില്യൺ ഡോളർ, അറൌണ്ട് 11%. ചൈനയായിട്ട് എത്രയാണ്? ചൈനയ്ക്ക് 18% ഉണ്ട്. എന്നോട് SSBയുടെ ഇന്റർവ്യൂല്, എയർഫോഴ്സിന്റെ SSBയുടെ ഇന്റർവ്യൂല് ചോദിച്ചൊരു ചോദ്യമാണ്, യു ആർ കമ്മിങ് ഫ്രം എ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, വാട്ട് ഈസ് ദ ടാക്സ് റെസിപ്റ്റ്സ് ഓഫ് ഇന്ത്യ, നെറ്റ് ടാക്സ് റെസിപ്റ്റ് ഓഫ് ഇന്ത്യ എത്ര പെർസെന്റേജ് ആണ് GDP-യുടെ എന്ന് ചോദിച്ചു. സോ ഞാൻ അന്നൊരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എടുത്തേക്കണോണ്ട് ഏകദേശം ഒരു 12% ആണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാനത് ആൻസർ പറയുകയുണ്ടായി. സോ
എനിക്കതൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡയറക്ട്ലി അദ്ദേഹം ചോദിച്ച അതിന്റെ ഡയറക്ടർ ചോദിച്ച ഒരു ചോദ്യമാണ്, എത്രയാണ് ടാക്സ് റെസിപ്റ്റ് ഇന്ത്യയുടെ പേഴ്സൻറ്റേജിൽ, GDP-യുടെ പേഴ്സൻറ്റേജിൽ എത്രയാണ് ടാക്സ് റെസിപ്റ്റ്. നിങ്ങളൊരു ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു കൊമേഴ്സ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ത്യയുടെ എക്കോണമിക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതൊരു സബ് ക്വസ്റ്റ്യൻ കൂടിയിട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ചോദ്യമാണ് എനിക്ക് ഈ ഒരു ആർട്ടിക്കിൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ ടാക്സ് റെസിപ്റ്റ് എത്രയാണ്? 10% അല്ലെങ്കിൽ ടാക്സ് ടു GDP റേഷ്യോ എത്രയാണ്? 10 to 11%. അത് സ്റ്റേറ്റുകളുടെ വരുമാനങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 14-17% വരെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ വേറെ എന്താണ്? സോ ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. സോ ഇത് നിങ്ങൾ എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്ന് എനിക്കൊരു വാശിയേ ഇല്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം മൊണറ്ററി പോളിസി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം മനസ്സിലായിക്കൊള്ളണം എന്നൊരു വാശിയേ ഇല്ല. ക്ലാസ്സുകളിലേക്ക് വരൂ. ക്ലാസ്സുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ എവിടെയോ കേട്ടു മറന്നിട്ടുള്ള ചില കാര്യങ്ങൾ ക്ലാസ്സുകളിൽ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി തറവ്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാലും എക്കണോമിക്സിന്റെ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ, ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇറ്റ് വിൽ ബി ക്ലിസ്റ്റർ ക്ലിയർ. ഓക്കെ, സോ നിങ്ങൾ കേൾക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയോ കേട്ട് മറന്നിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡിസ്കഷൻ എടുത്തത്. സോ മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കണം കേട്ടോ. മെയിൻസ് പെർസ്പെക്റ്റീവ് നിങ്ങൾ ഫൗണ്ടേഷനുകളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുകയാണെങ്കിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ നിങ്ങൾക്ക് പല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു കാലേശ്വരം പ്രൊജക്ട്. കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്. എന്താണ് ഈ ഒരു കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ? ഇത് തെലങ്കാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പഴയ ആന്ധ്ര ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ആയിരുന്നു കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്. അതായത് തെലങ്കാന, ആന്ധ്രാപ്രദേശ് റീജിയനുകളിൽ, പെർട്ടിക്കുലർലി ഇപ്പോ തെലങ്കാനയില് എന്താ ചെയ്യുന്നത്? ഗോദാവരി എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. ദക്ഷിണ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നദിയാണ് ഈ ഗോദാവരി. അതിൽ നിന്നുള്ള വെള്ളം ഡൈവേർട്ട് ചെയ്ത് അവിടെയുള്ള കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനും ഒക്കെ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ കാലേശ്വരം പ്രൊജക്ട്, കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്. സോ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല തട്ടുകളായിട്ടായിരിക്കും, പല പല പ്രൊജക്റ്റ് ആണ്, ഒരൊറ്റ പ്രൊജക്റ്റ് അല്ല, പല പല പ്രൊജക്റ്റുകളായിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ അതുമായി ബന്ധപ്പെട്ട ചില കോൺട്രവേഴ്സീസ് കറന്റ്ലി നടക്കുന്നുണ്ട്. സോ അത് കോൺട്രവേഴ്സീസിനെ അനലൈസ് ചെയ്യുകയല്ല, പകരം ഈ കാലേശ്വരം പ്രൊജക്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ മേഡിഗഡ്ഡ, എനിക്കറിയില്ല അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, സോ ഞാനൊരു പ്രൊനൗൺസിയേഷൻ ആയിട്ട് പറയാണ്. മേഡിഗഡ്ഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രൊജക്ട് കറന്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മേഡിഗഡ്ഡ ബാരേജ്. സോ മേഡിഗഡ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നദികളാണ്. ഇവിടെ നോക്കിയേ, ഗോദാവരി എന്ന് പറഞ്ഞ ഒരു നദി ഒഴുകുകയാണ്. ഓക്കെ, ഗോദാവരിക്ക് മറ്റൊരു കൈവഴിയുണ്ട്, പ്രണിഹിത എന്ന് പറയും. പ്രണിഹിത അതായത് വൈൻഗംഗ അല്ലെങ്കിൽ വൈൻഗംഗ എന്ന് പറയുന്നതും ദെൻ വാർധ റിവർ. അതായത് ഈ ഗോദാവരിക്ക് ഒരുപാട് കൈവഴികളുണ്ട്. നമുക്ക് അതൊന്നും നോക്കിയിട്ട് ഇതിലേക്ക് വരാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഗോദാവരി എന്ന് പറയുന്ന ഒരു റിവർ സിസ്റ്റം, ചിലപ്പോൾ നിങ്ങൾക്ക് ഗോദാവരി എവിടെയാണെന്നൊക്കെ അറിയണം എന്നില്ല. അത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച്, എവിടെ നിന്ന് ഉത്ഭവിച്ച്? മഹാരാഷ്ട്രയുടെ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മളുടെ വെസ്റ്റ് ബേ ഓഫ് ബംഗാളില്, വെസ്റ്റ് അല്ല ബേ ഓഫ് ബംഗാളില് എന്ത് ചെയ്യുന്ന കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് ഈ ഗോദാവരി എന്ന് പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ ഉത്ഭവിച്ച് എങ്ങടേക്ക് പോകുന്നു? ബേ ഓഫ് ബംഗാളിൽ, ആന്ധ്രാപ്രദേശിലെ മൗസലിപട്ടണം അല്ലെങ്കിൽ മച്ചലിപട്ടണം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കടന്ന് കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് ഈ ഗോദാവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മേജർലി പോകുന്നത് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ദെൻ തെലങ്കാന റീജിയനിലേക്ക് കൂടി പോകുന്നുണ്ട്, ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇയാൾ എന്താണ് ഇവിടെ ഈ ഛത്തീസ്ഗറും ഒഡീഷ, മധ്യപ്രദേശ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, കർണാടക, പുതുച്ചേരി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അത് കാച്ച്മെന്റ് ഏരിയാസ് ആണ്. പെർട്ടിക്കുലർലി മധ്യപ്രദേശിലൂടെയും ഛത്തീസ്ഗറിന്റെ ഒരു പാർട്ടിലൂടെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഒഡീഷയിലൂടെ ഒന്നും ഈ നദി ഒഴുകുന്നില്ല. ഏത്? ഗോദാവരി എന്ന് പറയുന്ന നദി ഒഴുകുന്നില്ല. പക്ഷേ ഗോദാവരിയിലേക്ക്
ഒഴുകുന്ന വെള്ളത്തിന്റെ കാച്ച്മെന്റ് ഏരിയ, അതായത് വൃഷ്ടി പ്രദേശം, മഴ പെയ്യുമ്പോൾ മഴയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ഒഴുകുമല്ലോ, അതിനാണ് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത്. സോ ഈ വൃഷ്ടി പ്രദേശം എവിടെയൊക്കെയുണ്ട്? ഈ ഒഡീഷ, ഛത്തീസ്ഗഡ്, ദെൻ മധ്യപ്രദേശ്, ഈ റീജിയനുകളിലേക്ക് ഉണ്ട്. ഞാനന്ന് ഇന്റർ വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തമിഴ്നാടിനും കർണാടകയ്ക്കും ഒരു ഷെയർ കിട്ടിയതിന്റെ കൂട്ടത്തില് നദി ഒഴുകാത്ത കേരളത്തിനും ഷെയർ കിട്ടി. അതായത് കാവേരി നദി ഒഴുകാത്ത കേരളത്തിലും ഷെയർ കിട്ടി എന്ന് പറഞ്ഞു. അത് എന്തിന്റെ ബേസിസിലാണ്? ഈ കാച്ച്മെന്റ് ഏരിയയുടെ ബേസിസിലാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാച്ച്മെന്റ് ഏരിയ ആണ്. ഓക്കെ, സോ തെറ്റിദ്ധരിക്കരുത്, മാറിപ്പോകരുത്. ഗോദാവരി മഹാരാഷ്ട്രയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലൂടെ ഛത്തീസ്ഗഡിലെ ഒന്ന് തൊട്ടിട്ട് എങ്ങടേക്ക് ഒഴുകുന്നു? ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നു. ദെൻ ഗോദാവരിയുടെ ഗോദാവരിയുടെ കൈവഴികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മേജർ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ഇതില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. സോ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ബേ ഓഫ് ബംഗാളിലാണ് ഇത് അവസാനിക്കുന്നത്. അതിനിടയിൽ പല ചെറിയ ചെറിയ റിവറുകളും വന്നു ചേരുന്നുണ്ട്. ഒന്നാമത്തത് പെൺഗംഗയാണ്. ദെൻ വാർധ, രണ്ടാമത്തത് വാർധ. സോ പെൺഗംഗ എന്ന് പറയുന്ന ഒരു റിവർ, വാർധ എന്ന് പറയുന്ന റിവർ, ദെൻ വെൺഗംഗ അല്ലെങ്കിൽ വൈൻഗംഗ എന്ന് പറയുന്ന 3 നദികൾ കൂടിയിട്ടാണ് ഒരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് വരുന്നത്. ഓക്കെ, സോ ഇതില് വാർധ നദിയും വെൺഗംഗ അല്ലെങ്കിൽ വൈൻഗംഗ എന്നറിയപ്പെടുന്ന നദിയും, വാർധ നദിയും വൈൻഗംഗ എന്ന് പറയപ്പെടുന്ന നദിയും കൂടി ചേർന്നിട്ട് പ്രണഹിത അല്ലെങ്കിൽ പ്രണഹിത എന്ന് പറയുന്ന നദിയാകുന്നു. സോ പ്രണഹിത എന്ന് പറയുന്ന നദിയാണ് പിന്നീട് ഗോദാവരിയിലേക്ക് വന്നു ചേരുന്നത്. സോ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിന്റെ 4 പഠിച്ച് ഏതൊക്കെയാണ്? പെൺഗംഗ, അതായത് ഗംഗ, 2 ഗംഗയുണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ അവിടെ ഓർക്കാനായിട്ട് എളുപ്പത്തിനാണ്. 2 ഗംഗ, ഒന്ന് പെൺഗംഗ, ദെൻ വൈൻഗംഗ, ദെൻ ആരുണ്ട്? വാർധയുണ്ട്. വാർധയും വൈൻഗംഗയും ചേർന്ന് ആരാകും? വാർധയും വൈൻഗംഗയും ചേർന്ന് എന്താവും? പ്രണഹിത എന്ന് പറയുന്ന ഒരു നദിയാകും. ഓക്കെ, പ്രണഹിത എന്ന് പറയുന്ന ഒരു നദിയാകുന്നു. ദെൻ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മഞ്ജിറ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, മനേർ എന്ന് പറയുന്ന നദിയുണ്ട്. ഇങ്ങനെ 2 നദികൾ പ്രധാനമായിട്ട് ഉള്ളതാണ് കേട്ടോ. ഇപ്പുറത്തേക്ക് നിങ്ങൾ നോക്കി, ഇത് മറ്റൊരു മാപ്പാണ്, അല്ലെങ്കിൽ ഇതൊരു റഫ് സ്കെച്ച് ആണ്. സോ വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് വരുന്നു, ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. അപ്പൊ ആദ്യം നിങ്ങളൊരു മാപ്പ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിവറിന്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കുക എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, എവിടെ ചെന്നിട്ട് വീഴുന്നു. ദെൻ അതിന്റെ പ്രധാനപ്പെട്ടത് ആദ്യം പഠിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്ന് പെൺഗംഗ പഠിച്ചു. ഗംഗ നമുക്ക് അറിയാവുന്ന പേര് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഗംഗയോടൊപ്പം വേറൊരു പേരുണ്ട്, വൈൻ ഗംഗ അല്ലെങ്കിൽ വെൺഗംഗ എന്നറിയപ്പെടും. ദെൻ വാർധ, എന്താണ്? വാർധ. ദെൻ വാർധയും വൈൻഗംഗയും കൂടിച്ചേർന്ന് എങ്ങടേക്ക് വരും? പ്രണഹിത എന്ന് പറയുന്ന ഒരു നദിയായിട്ട് മാറും. ദെൻ വേറെ ഏതൊക്കെയുണ്ട്? പൂർണ്ണ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ഇന്ദ്രാവതി എന്ന് പറയുന്ന ഒരു ട്രിബ്യൂട്ടറിയാണ്. ശബരി എന്ന് പറയുന്ന ഒരു ട്രിബ്യൂട്ടറിയാണ്. സിലേരു എന്ന് പറയുന്നത് മറ്റൊരു ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ, ഇന്ന് 4 പഠിക്കേ. ഇത് പഠിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ UPSC ആയതെന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട. ഇന്നൊരു 4 പഠിക്കുന്നേ, ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് 4 പഠിക്കുന്നതല്ലേ. പെൺഗംഗ, വൈൻഗംഗ, then ഏതാണ്? വാർധ. വാർധയും വൈൻഗംഗയും കൂടി ചേർന്നിട്ട് പ്രണഹിത എന്ന് പറയുന്ന ഒരു നദിയാകുന്നു. ഓക്കെ, ദെൻ ഇപ്പുറത്തെ ആണെങ്കിൽ മഞ്ജിറ, ദെൻ ആരാണ്? ധർണ. ഇങ്ങനെ 2 നദികൾ, ദെൻ മനേർ എന്ന് പറയുന്ന മറ്റൊരു നദികൾ, ഇങ്ങനെ ഡിഫറെന്റ് നദികൾ ഉണ്ട്. ഓക്കെ, സോ ഇപ്പുറത്തെ നദികൾ നമ്മളൊന്ന് നോക്കുക. ദെൻ നാളെ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വര വരയ്ക്കുക. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചൊരു 5 ഓർക്കുക. ദെൻ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞിട്ട് 2 പഠിക്കുക. നാളെ ഉച്ചയാകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു 2 കൂടി, ഇന്ദ്രാവതിയും ശബരിയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്തോ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ പഠിക്കുക. അല്ലാണ്ട് നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് പേടിച്ചിരിക്കേണ്ടി വരും. സോ പഠിക്കുക എന്നുള്ളതാണ്. ദെൻ ഞാൻ പറഞ്ഞു നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ദെൻ എവിടെ ചെന്ന് വീഴുന്നു? വെസ്റ്റ് ബംഗാളിൽ ചെന്ന് വീഴുന്നു. അപ്പോൾ റിവറിന്റെ ഒരു പാത്ത് മനസ്സിലായല്ലോ. ദെൻ കാലേശ്വരം പ്രൊജക്റ്റിലേക്ക് തിരിച്ചു വരിക. റിവർ ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു വര നാസിക്കിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് ബംഗാളിലേക്ക്. മുകളിൽ ആരൊക്കെയുണ്ട്?
മുകളില് വാർധയുണ്ട്. ദെൻ പെൺഗംഗ, നമുക്കറിയാവുന്ന നദി, ഗംഗയുടെ പെൺ എന്ന് വിചാരിക്കുക. ഗംഗയുടെ ഒരു പാർട്ടൊന്നും അല്ലാട്ടത്, പെൺഗംഗ എന്നറിയപ്പെടുന്ന നദി മാത്രമാണ്. ദെൻ ഇപ്പോഴാരുണ്ട്, വൈൻഗംഗ അല്ലെങ്കിൽ വെൺഗംഗ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഇതിൽ വാർധയും വെൺഗംഗയും അല്ലെങ്കിൽ വൈൻഗംഗ എന്നറിയപ്പെടുന്ന നദികൾ രണ്ടും കൂടി ചേർന്നിട്ട് എന്താകും, പ്രണഹിത എന്ന് പറയുന്ന നദിയാവും. അത് ഗോദാവരിയിലേക്ക് വന്നു ചേരും. ഓക്കെ, സോ ഇതില് ഈ രണ്ട് നദിയും, നമ്മളുടെ പ്രണഹിത എന്ന് പറയുന്ന നദിയും ഗോദാവരി എന്ന് പറയുന്ന നദിയെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കലേശ്വരം പ്രൊജക്ട് നടക്കുന്നത്. ഓക്കെ, സോ ഈ കലേശ്വരം പ്രൊജക്ട് നടക്കുന്നത് എന്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഈ പെൺഗംഗ എന്ന് പറയുന്ന നദിയും ഗോദാവരി എന്ന് പറയുന്ന നദിയും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ്. ആദ്യം ഈ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഗോദാവരി നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഗോദാവരി, താഴെ കൂടി പോകുന്ന ഈ ഒരു പോക്കാണ് ഗോദാവരി പോകുന്നത്. സോ ഇതിന്റെ തീരത്ത് ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട്. ഇപ്പൊ കാലേശ്വരം പ്രൊജക്ട് അല്ലാണ്ട് ഡിഫറെന്റ് പ്രൊജക്ടുകൾ, കാരണം അവിടുത്തെ ആളുകൾക്ക് വെള്ളം വേണ്ടേ, മഹാരാഷ്ട്രയിലെ ആളുകൾക്ക് വെള്ളം വേണ്ടേ. സോ അവര് പല പ്രൊജക്ടുകളും നടത്തുന്നുണ്ട്. തെലങ്കാന ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ആണ് ഈ കാലേശ്വരം പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ട് ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എന്തൊക്കെ പേരാണല്ലേ, തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് ഈ പ്രാണഹിത അല്ലെങ്കിൽ പ്രൺഹിത എന്ന് പറയുന്ന നദിയുടെ, എവിടെ പ്രണഹിത, പ്രൺഹിത എന്ന് പറയുന്ന നദി തുടങ്ങുന്ന സ്ഥലത്താണ്. കണ്ടോ, ഇവിടെയാണ് ഈ തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന സ്ഥലമുള്ള. എന്ത്, തുമ്മിടി ഹട്ടി. ഓക്കെ, സോ തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന സ്ഥലം എവിടെയാ ഉള്ളത്, നമ്മളുടെ ഈ പ്രണഹിത എന്ന് പറയുന്ന നദി തുടങ്ങുന്ന സ്ഥലത്താണ്. ഓക്കെ, ദെൻ പ്രണഹിത എന്ന് പറയുന്ന നദി താഴേക്ക് ഒഴുകുന്നു. ദെൻ ഗോദാവരി എന്ന് പറയുന്ന നദിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇപ്പോ അതായത് കറന്റ്ലി ഈ പ്രൊജക്ട് ഈ തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും എങ്ങടേക്ക് മാറ്റി, മേഡിഗഡ്ഡ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. തുമ്മിടി ഹട്ടിയിൽ നിന്ന് മേഡിഗഡ്ഡ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. മേഡിഗഡ ബാരേജ്, മനസ്സിലായോ? അതെങ്ങടേക്ക് വന്നു, പ്രണഹിത എന്ന് പറയുന്നതും ഗോദാവരി എന്ന് പറയുന്ന സ്ഥലത്തിന്റെയും ഒരു കോൺഫ്ലുവൻസിലേക്ക് ഈ മേഡിഗട്ട എന്ന് പറയുന്ന സ്ഥലം. സോ ഇപ്പുറത്തെ മാപ്പ് നോക്കിയേ, തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വാണിഗംഗയും വാർധാ റിവറും ചേരുന്ന പ്രണഹിത എന്ന് പറയുന്ന നദി ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് താഴെ ഗോദാവരിയും പ്രണഹിതയും ജോയിൻ ചെയ്യുന്ന എന്താണ് സ്ഥലത്തിന്റെ പേര്, മെഡിഗഡ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് വന്നു, ഈ ബാരേജ് ജോയിൻ ചെയ്തു. സോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായല്ലോ. സോ തുമ്മിടി ഹട്ടിയും മെഡിഗഡ എന്ന് പറയുന്ന സ്ഥലവും. തുമ്മിടി ഹട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ ചിന്തിക്കണം, പ്രണിഹിത എന്ന് പറയുന്ന നദിയുടെ കോൺഫ്ലുവൻസിൽ, വാർധയും വൈൻഗംഗ എന്ന് പറയുന്ന രണ്ട് നദിയുടെ കോൺഫ്ലുവൻസിലാണ് ഈ തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ആദ്യത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അത് അവിടെ നിന്ന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഈ ഷിഫ്റ്റ് ലോജിക്കൽ ആയിരുന്നില്ല എന്നുള്ളതാണ് കറന്റ്ലി ഉള്ള പ്രശ്നം. ഓക്കെ, സോ ഈ ഒരു ഷിഫ്റ്റ് ലോജിക്കൽ ആയിരുന്നില്ല എന്നുള്ളതാണ് കറന്റ്ലി ഉള്ള പ്രശ്നം. സോ സർക്കാർ പറയുന്നത് ഞങ്ങൾ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ട് അവരിൽ നിന്ന് അപ്രൂവലൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷിഫ്റ്റ് നടത്തിയതും ചേഞ്ചസ് നടത്തിയതും എന്നുള്ളതൊക്കെയാണ് ഇവര് പറയുന്നത്. ഓക്കെ, ദെൻ മേഡിഗഡ മാത്രമല്ല, അന്നാരം എന്ന് പറയുന്നതും സുണ്ടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളും രാമഡഗു എന്ന് പറയുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്, സോ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ കാലേശ്വരം പ്രൊജക്ടിന്റെ ഡിഫറെന്റ് ബാരേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഈ പ്രൊജക്ടുകളെല്ലാം കാണാപ്പാടമൊന്നും പഠിക്കണ്ട, വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക, മനസ്സിൽ ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗോദാവരി വരയ്ക്കുക, ഗോദാവരിയുടെ കൈവഴികൾ പഠിച്ചു വെച്ചേക്കുക. ദെൻ തുമ്മിടി ഹട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് എങ്ങടേക്ക് മാറ്റി, മേഡിഗഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റി. ഇതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രോബ്ലം. സോ പ്രാണഹിത അല്ലെങ്കിൽ പ്രാണഹിത എന്ന് പറയുന്ന നദിയെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിന്റെ രണ്ട് കൈവഴികളുണ്ട്, വാർധ എന്ന് പറയുന്ന നദിയുണ്ട്, ദെൻ വൈൻഗംഗ എന്ന് പറയുന്ന നദിയുണ്ട്. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം, ഈ വാർധ എന്ന് പറയുന്ന നദി എവിടെന്നാ ഉത്ഭവിക്കുന്നത്? ഗോദാവരി നാസിക്കിലാണ്, നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പഠിച്ചു. പക്ഷേ വാർധ എവിടെ നിന്നാണെന്ന് നമ്മൾ പഠിച്ചോ? സോ നെക്സ്റ്റിന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം വാർധ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ദെൻ രണ്ടാമതോ, വൈൻഗംഗ അല്ലെങ്കിൽ വെൺഗംഗ എന്ന് പറയുന്ന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ്
നമ്മൾ ഇവിടെ ഇനി നോക്കേണ്ടത്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ദെൻ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ദെൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വാർത്തയിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇതൊരു യൂണിഫൈഡ് ആന്ധ്രാപ്രദേശ് ഉണ്ടായിരുന്ന കാലത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രൊജക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ചർച്ചകൾ നടന്നിരുന്ന ഒരു പ്രൊജക്ട് ആയിരുന്നു. ദെൻ ഇപ്പോൾ കറന്റ് തെലങ്കാനയുടെ മാത്രം ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ആണ്. പക്ഷെ അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ട് അറിയണം. ഓക്കെ, ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിലെ മറ്റൊരു ആർട്ടിക്കിൾ ആണ് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ് ഓഫ് കണ്ടാമിനേറ്റഡ് സൈറ്റ്സ് റൂൾസ്. അതായത് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 1986 ആക്ടിന്റെ ഒരു പുതിയൊരു അമെൻമെന്റ് റൂളാണ്. അതായത് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട്, അതിൽ അനുബന്ധപ്പെട്ട വിവരങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് മറ്റുള്ള നിയമസംഹിതകളെയാണ് ഈ റൂൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആക്ട് ഉണ്ടാവും, അതിന് താഴെ ബ്യൂറോക്രാറ്റിക് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ചില റെഗുലേഷനുകളെയാണ് ഈ റൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ റൂളാണ് മാനേജ്മെന്റ് ഓഫ് കണ്ടാമിനേറ്റഡ് സൈറ്റ്. അതായത് എന്തെങ്കിലും ഒരു ഹസാഡസ് കാരണം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കണ്ടാമിനേറ്റഡ് സൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കണ്ടാമിനേറ്റഡ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാഡസ് ത്രെട്ട്, അതായത് ലൊക്കേഷൻസ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഹസാഡസ് വേസ്റ്റ് ഡംപിങ്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഭോപ്പാൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ജൂണിന്റെ പകുതിയിലോ വെച്ചിട്ടാണ്, ജൂൺ 1-ാം തീയതിയോ 2-ാം തീയതിയോ അല്ലെങ്കിൽ ജൂൺ 14-ാം തീയതി എന്തോ ആണ്. സോ ആ സമയങ്ങളിൽ ഈ നമ്മളുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റുകൾ നീക്കി എന്ന് പറഞ്ഞൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതുപോലെയുള്ള ഹസാഡസ് വേസ്റ്റ് ഡംപിംഗ് ദാറ്റ് ഹാസ് റിസൾട്ടഡ് ഇൻ സോയിൽ, ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫസ് വാട്ടർ കണ്ടാമിനേഷൻ. സോ ഇങ്ങനെയുള്ള പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള മണ്ണിനും ജലത്തിനും ഭൂഗർഭജലത്തിനും പ്രശ്നമായിട്ടുള്ള ഹസാഡസ്റ്റ് വേസ്റ്റ് ഡംപിങ്ങുകളെയൊക്കെയാണ് ഇതിൽ കണ്ടാമിനേറ്റഡ് സോണുകളായിട്ട് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സൈറ്റുകളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, സോ കെമിക്കൽ സ്പിൽസ് നടത്തിയ സ്ഥലം, ഇൻഡസ്ട്രിയൽ വേസ്റ്റേജുകൾ ഡംപ് ചെയ്ത സ്ഥലം, ദെൻ ലെഗസി മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ള സ്ഥലം, ദെൻ ലാൻഡ് ഫില്ലുകൾ, ഓൾഡ് അബാൻഡൻഡ്, അതായത് വിട്ടുപോയി കഴിഞ്ഞ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയ ലാൻഡ് ഫില്ലുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് കണ്ടാമിനേറ്റഡ് സൈറ്റ്. സോ എന്താണ് ഇതിനെ കണ്ടാമിനേറ്റഡ് സൈറ്റ്സ് എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു കാരണം? അതായത് ഇവിടെ നിന്ന് ഈ കെമിക്കലുകളൊക്കെ വെള്ളത്തിലൂടെയും വായുവിലൂടെയും സോയിലിലൂടെയും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള അവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ലേ? ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന ഹസാഡസ് മെറ്റീരിയലുകൾ അവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളില്ലേ? സോ അതിനെ കണ്ടാമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ ഈ ഒരു റൂൾ പ്രകാരം കണ്ടാമിനേഷനുള്ള ഏറ്റവും അധികാരം നൽകിയിരിക്കുന്നത് ആർക്കാണ്? ജില്ലാ കളക്ടറിനാണ്, അതായത് നിങ്ങൾക്കാണ്. ഓക്കെ, ജില്ലാ കളക്ടർ എന്ത് ചെയ്യണം? ജില്ലാ കളക്ടർ ഒരു ഇനീഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തണം. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇനീഷ്യൽ റിപ്പോർട്ടിംഗ് സബ്മിറ്റ് ചെയ്യണം. ദെൻ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തുന്ന ആളോ അതില് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം 90 ദിവസത്തിനുള്ളിൽ. ഓക്കെ, 90 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം. ദെൻ എന്താണ്? ദെൻ ഓരോ വർഷവും, അതായത് ഹാഫ് ഇയർലി, ഓരോ വർഷവുമല്ല 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കണം. ആർക്ക് സമർപ്പിക്കണം? സുപ്രീം കോടതിക്ക് സമർപ്പിക്കണം. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നമ്മൾ സമർപ്പിച്ചാൽ മതി. ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഒരു പ്രോബ്ലത്തിന്റെ, അതായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സമർപ്പിക്കുന്ന റിപ്പോർട്ട്, കറന്റ് ഇത്ര മെറ്റീരിയൽ ആണ് അവിടെ ഉള്ളത്, ദെൻ എന്തൊക്കെ പ്രോസസ്സുകൾ അത് കണ്ടാമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6 മാസം കൂടുമ്പോഴുള്ള ബൈ ആനുവൽ റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കണം സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്. ദെൻ എന്താണ്? റെമഡിയേഷന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ചെയ്യണം. പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ ഏതാണ്? 1992 റയോ എർത്ത് സബ്മിറ്റ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സോ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്? പൊല്യൂട്ടേഴ്സിനെ, അതായത് ആരാണോ പൊല്യൂട്ട് ചെയ്തത് അയാളെ ലൈബിൾ ആക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കണം. ദെൻ ആരാണ് ഇതിന്റെ കോസ്റ്റ് വഹിക്കേണ്ടത്? അതായത് കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് വഹിക്കേണ്ടത്? കോസ്റ്റ് ഷെയറിംഗ് മെക്കാനിസം. ആരാണോ പൊല്യൂട്ട് ചെയ്തത്, ദെൻ അവര് പൊല്യൂട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും കൂടി അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും കോസ്റ്റുകൾ വഹിക്കുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് മേജർലി ഇതിൽ പറയുന്നത്. അതായത് ഒരു കണ്ടാമിനേറ്റഡ് സൈറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം
അതിന്റെ റെമഡിയേഷൻ നടത്തേണ്ടത്, ദെൻ എങ്ങനെയാണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സോ ഡിസ്ട്രിക്ട് കളക്ടർ ആണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ചുമതല അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ നമ്മളുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് നൽകിയിരിക്കുന്നത്. ദെൻ ഇതിൽ മേജർലി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അങ്ങനെയുള്ള ഹസാഡസ് കാര്യങ്ങൾ. ദെൻ മൈനിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകൾ. ദെൻ മറൈൻ ഓയിൽ പൊല്യൂഷൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു കപ്പൽ മറിഞ്ഞിട്ട് മറൈൻ പൊല്യൂഷൻ ഉണ്ടായില്ലേ? സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരുടെ കയ്യിൽ വരില്ല? നമ്മളുടെ ഈ കണ്ടാമിനേഷൻസ് മാനേജ്മെന്റ് ഓഫ് കണ്ടാമിനേഷൻ സൈറ്റ്സ് റൂളിന്റെ അണ്ടറിൽ വരില്ല. ദെൻ സോയിൽ വേസ്റ്റ് ഡംപ്, അതായത് നമ്മളുടെ കൊച്ചി കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വേസ്റ്റുകൾ കൂടി ചേർന്നിട്ട് ഒരു സ്ഥലത്തേക്ക് ഡംപ് ചെയ്യുകയാണ്. വിളപ്പിൽ ശാല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം. എറണാകുളത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ. സോ അങ്ങനെയുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് ഡംപ് ഏരിയാസ് ഒന്നും ഇതിൽ പർട്ടിക്കുലർലി പറയില്ല. ഇത്രയും കാര്യങ്ങൾ പറയില്ലെങ്കിൽ പിന്നെ ഏത് ഏരിയയാണ് മേജർലി പറയുന്നത്? കെമിക്കൽ വേസ്റ്റുകളാണ്. എന്ത് വേസ്റ്റുകളാണ്? കെമിക്കൽ വേസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു റൂളിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ എന്തുകൊണ്ട് ഇതിനൊന്നും പർട്ടിക്കുലർലി ഇൻക്ലൂഡ് ചെയ്യാത്ത റേഡിയോ വേസ്റ്റിനൊക്കെ സെപ്പറേറ്റ് ആക്ടും സെപ്പറേറ്റ് കണ്ടാമിനേഷൻ പ്രൊസീജിയേഴ്സും ഉണ്ട്. റേഡിയോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ അവിടെ ഓടിയെത്താനായിട്ടുള്ള സമയമൊന്നും കിട്ടുമൊന്നുമില്ല, അതിന് മുൻപേ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. സോ അതെല്ലാം സെപ്പറേറ്റ്ലി കണ്ടാമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോളിഡ് വേസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ലിബറൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറൈൻ ഓയിൽ പൊല്യൂഷൻ, മൈനിങ്. സോ ഇതിനെല്ലാം സെപ്പറേറ്റ് ആക്ടുകളും സെപ്പറേറ്റ് SOPസും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും ഉണ്ട്. സോ അത് ഇതിന്റെ അണ്ടറിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഏഷ്യാറ്റിക് ലയൺസ് അല്ലെങ്കിൽ ഇന്ത്യൻ ലയൺസ് എന്നറിയപ്പെടും. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഏഷ്യാറ്റിക് ലയൺ എന്താണ് എന്ന് നമ്മൾ നോക്കണം. ദെൻ അതിന്റെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ അതുമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ദെൻ IUCNന്റെ സ്റ്റാറ്റസ് എന്താണ്? എൻഡേഞ്ചേർഡ് ആണോ, വൾണറബിൾ ആണോ എന്നുള്ളതെല്ലാം നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ദെൻ അതിനുശേഷം ഇന്ത്യയിൽ അതിന് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മളൊന്ന് നോക്കണം. ഓക്കെ, സോ ഏഷ്യാറ്റിക് ലയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ലയൺസ് എവിടെയാണ്? ഇന്ത്യയിലാണ് നാച്ചുറലി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ നാച്ചുറലി ഫൗണ്ട് ഓൺലി ഇൻ ഇന്ത്യ. ഓക്കെ, നാച്ചുറലി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. സോ അതിനെ ഇന്ത്യൻ ലയൺസ്, നമ്മൾ പടത്തിലൊക്കെ കാണില്ലേ, നമ്മൾ സിംഹത്തിൽ മറ്റേ നരസിംഹം സിനിമയിൽ മോഹൻലാൽ കാല് വെക്കുമ്പോഴേക്കും ഒരു സിംഹം ഇങ്ങനെ ഓടി വരില്ലേ, ആ ലയണാണ് നമ്മളുടെ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ ദെൻ ഏഷ്യാറ്റിക് ലയൺ ഇന്ത്യൻ ലയൺ എന്ന് വിളിക്കപ്പെടും. ദെൻ അതിന്റെ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ട്, ആഫ്രിക്കൻ ലയൺ. ഓക്കെ, ആഫ്രിക്കൻ ലയൺ കുറച്ചും കൂടി ലാർജർ ആയിരിക്കും. ദെൻ എന്താണ്, കുറച്ചും കൂടി സ്പീഡിൽ ഓടാനായിട്ട് പറ്റും, ഡെൻസർ ആണ് കുറച്ചും കൂടി. ദെൻ എന്താണ്, ദെൻ ഇത് രണ്ടും അതായത് നമ്മളുടെ ഇന്ത്യൻ ലയൺ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ലയൺ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിരുന്നു 2008 വരെ. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ IUCNന്റെ ഒരു സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസ് ആണ്. ഏത് രീതിയിലാണ്? എൻഡേഞ്ചേർഡ് ഉണ്ട്, വൾണറബിൾ ഉണ്ട്, നോട്ട് ത്രെട്ടൻഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ റെഡ് ഇയേർഡ് സ്ലൈഡറിനെ കുറിച്ച് പറഞ്ഞു. എന്താ? ടോട്ടോയിസ് ആണ്, ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, റെഡ് ഇയേർഡ് സ്ലൈഡർ. ഓക്കെ, സോ അതെന്താ? അതിന്റെ വൾണറബിലിറ്റി എന്തായിരുന്നു? അത് നിയർ ത്രെട്ടൻഡ് ആണ് അല്ലെങ്കിൽ ലീസ്റ്റ് കൺസേൺ റിലേറ്റഡിൽ പെടുന്ന എന്തോ കാര്യങ്ങളാണ്. സോ അതിനെ കൺസേൺ ചെയ്യേണ്ട കാര്യങ്ങളില്ല. പക്ഷേ എൻഡേഞ്ചേർഡ് വൾണറബിൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് ഭൂമിയിൽ നിന്ന് പോകാം. ഓക്കെ, സോ ഈ ഏഷ്യാറ്റിക് ലയൺ അല്ലെങ്കിൽ ഇന്ത്യൻ ലയണിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? അത് 2008 വരെ എൻഡേഞ്ചേർഡിലായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ കൺസർവേഷൻ ചെയ്യാനായിട്ടുള്ള പ്രവർത്തികൾ തുടങ്ങുകയും അത് വൾണറബിളിലേക്ക് നീങ്ങുകയും ചെയ്തു. സോ ആഫ്രിക്കൻ ലയണും ഏഷ്യാറ്റിക് ലയണും കറന്റ് വൾണറബിൾ സ്റ്റാറ്റസിലാണ് നിലനിൽക്കുന്നത്. ഓക്കെ, സോ വൾണറബിൾ സ്റ്റാറ്റസിലാണ് കറന്റ് നിലനിൽക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തു. ദെൻ സൈറ്റ്സ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പ്രൊട്ടക്ട് ചെയ്തു. ദെൻ IUCN റെഡ് ലിസ്റ്റിൽ നമ്മൾ പെടുത്തി. ഓക്കെ, ദെൻ സോ
ലയണിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ലയണിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയില്ലേ? നരസിംഹത്തിലെ മോഹൻലാല് കാല് പൊക്കുമ്പോ വരുന്ന സിംഹത്തിന്റെ പടം, അതാണ് നമ്മളുടെ ഏഷ്യാറ്റിക് ലയൺ. അതെന്താണ്? വൾണറബിൾ ആണ്. ഓക്കെ. ദെൻ ആഫ്രിക്കൻ ലയണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സൈസ് ആണ് ഇത് വരുന്നത്. ആഫ്രിക്കൻ ലയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റ് ആണ്, കുറച്ചും കൂടി വലുതാണ്, സ്പീഡിൽ ഓടാനായിട്ട് പറ്റും, സ്പീഡിൽ ശ്വസിക്കാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഫ്രിക്കൻ ലയൺസിന് കൂടുതൽ വരുന്നത്. പക്ഷെ അതും വൾണറബിൾ സെക്ഷനിൽ തന്നെയാണ്. ഓക്കെ. ദെൻ ലീഗൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി പ്രൊജക്ട് ലയൺ. ഇന്ത്യ എങ്ങനെയാണ് ലയൺസിനെ കൺസർവ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ലയൺ കൺസർവേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏഷ്യാറ്റിക് ലയൺസ് കാണുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിലാണ്. ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്ക്. സോ മാപ്പ് ആക്യുറേറ്റ് അല്ല. സോ ഗിർ നാഷണൽ പാർക്കിലാണ് നമ്മളുടെ എന്ത് വരുന്നത്? ഈ ഏഷ്യാറ്റിക് ലയണിനെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. സോ നമ്മളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റ് ആയിരുന്നു പ്രൊജക്ട് ലയൺ എന്ന് പറയുന്ന പ്രൊജക്ട്. സോ 2020 ഈ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നത്. മോദി ഗവൺമെന്റ് ആണ് അനൗൺസ് ചെയ്യുന്നത്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക, ഹാബിറ്റാറ്റ്, ലയൺസിന്റെ ഹാബിറ്റാറ്റ് ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ലയൺസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അവരുടെ നീക്കങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ടും തുടങ്ങി. ദെൻ ലയൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ ഒരു അംബ്രല സ്പീഷീസ് എന്ന് പറയും. എന്താ അംബ്രല സ്പീഷീസ്? അംബ്രല സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പീഷീസിനെ കൺസർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സ്പീഷീസുകൾ കൺസർവ് ചെയ്യപ്പെടും, ഓട്ടോമാറ്റിക്കലി കൺസർവ് ചെയ്യപ്പെടും. അതെങ്ങനെയാണ്? ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ചെയിനിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സ്പീഷീസ് അല്ലേ? ലയണിനെ ആക്രമിക്കുന്ന വേറെ ഏതെങ്കിലും സ്പീഷീസ് ഉണ്ടോ? ലയണിനെ ഭക്ഷണമാക്കുന്ന വേറെ ഏതെങ്കിലും സ്പീഷീസ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് ദ അപ്പെക്സ് പ്രഡേറ്റർ. പ്രഡേറ്ററുകളിൽ ഏറ്റവും ഉയർന്നിരിക്കുന്നത്. ബാങ്കുകളുടെ കാര്യം പറഞ്ഞു, അപ്പെക്സ് ബാങ്ക് ആണ് RBI എന്ന് പറഞ്ഞു. അതേപോലെ അപ്പെക്സ് പ്രഡേറ്റർ ആണ്, കൊന്നു തിന്നുന്ന ജീവികളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ്. സോ അങ്ങനെയുള്ള അപ്പെക്സ് പ്രഡേറ്റേഴ്സിനെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? താഴെയുള്ള സ്പീഷീസുകൾ, അപ്പെക്സ് പ്രഡേറ്റർ ഒരു അംബ്രല്ല പോലെ ആക്ട് ചെയ്തിട്ട് അതിന്റെ കീഴിൽ താഴെയുള്ള സ്പീഷീസുകളും എന്ത് ചെയ്യപ്പെടും? പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഓക്കെ. സോ നമ്മൾ പ്രൊജക്ട് ലയൺ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു 2020. ദെൻ എന്താ ചെയ്തേ? ദെൻ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആരെ മാപ്പ് ചെയ്തു? ലയൺസിനെ മാപ്പ് ചെയ്യുകയും GPS ട്രാക്കിങ്ങുകൾ നടത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഹാബിറ്റാറ്റുകൾ ഒരുക്കുകയും ഹ്യൂമൻ ഇന്ററാക്ഷനുകളും അല്ലെങ്കിൽ ഹ്യൂമൻ പോച്ചിങ്ങുകൾ നമ്മൾ തടയുകയും ചെയ്തു. ഇതുവഴി എന്ത് ചെയ്തു? നമ്മളുടെ ലയൺ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. ഓക്കെ. ദെൻ 2022 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു തീരുമാനമെടുത്തു. ലയണിനെ മാത്രം കൺസർവ് ചെയ്താൽ പോരാ. ലയൺസിനെ മാത്രം കൺസർവ് ചെയ്താൽ പോരാ. മറ്റുള്ള അപ്പെക്സ് പ്രെഡേറ്റർ ആയിട്ടുള്ള വലിയ കാറ്റുകളെ അല്ലെങ്കിൽ ബിഗ് കാറ്റുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് 2023 നമ്മൾ ഒരു ഇന്റർനാഷണൽ അലയൻസ് ഒപ്പുവെച്ചു. സോ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, വലിയ കാറ്റുകൾ, അതായത് വലിയ പൂച്ചകൾ, ടൈഗർ, ലെപ്പേർഡ്, ദെൻ ചീറ്റ, ജാഗ്വർ, ഏഷ്യാറ്റിക് ലയൺ, അങ്ങനെ അടങ്ങുന്ന 7ഓളം ബിഗ് കാറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, വലിയ പൂച്ചകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു അലയൻസിൽ ഒപ്പുവെച്ചു. സോ ഇറ്റ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അല്ലെങ്കിൽ റയോ എർത്ത് സബ്മിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ ഈ ഒരു ഇന്റർ ഗവൺമെന്റ് പാനൽ, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇന്റർ ഗവൺമെന്റ് പാനൽ പോലെ ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ കൺസർവേഷൻ സ്ട്രാറ്റജിയാണ്, ഒരു ഇന്റർ ഗവൺമെന്റൽ പാനലാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ഓക്കെ. സോ 2023 ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ 50ാം വാർഷികമായിരുന്നു. 1972 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്ട് ടൈഗറിന്റെ 50ാം വാർഷികമായിരുന്നു 2023. സോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്ന ഒരു അലയൻസ്, ഇന്റർ ഗവൺമെന്റൽ ബോഡി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ 7 അനിമൽസ് അല്ലെങ്കിൽ 7 ബിഗ് കാറ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്?
സംരക്ഷിച്ചു പോകുന്നത്. ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ. സോ ഈ 7 മൃഗങ്ങളെയുമാണ് നമ്മൾ ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. ദെൻ വേറെ എന്താണ്? ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. നമ്മളിത് എല്ലാവർക്കും തുറന്നു കൊടുത്തു, എല്ലാ മെമ്പേഴ്സിനും തുറന്നു കൊടുത്തു, ആവശ്യമുള്ളവർക്ക് വരാം. സോ കറന്റ് മെമ്പേഴ്സ് ആരുണ്ട്? പ്രധാനപ്പെട്ട ആരും വന്നിട്ടില്ല. റിപ്പബ്ലിക് ഓഫ് നിക്കാറാഗുവ, അത് ഏത് കൺട്രി ആണെന്നാവോ? നിക്കാറാഗുവ, എസ്ത്വാനി, ദെൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ദെൻ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് സൊമാലിയ, ദെൻ ലൈബീരിയ, ഇങ്ങനെയുള്ള കൺട്രീസ് ആണ് വന്നിരിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ ബാക്കിയുള്ള കൺട്രീസിന് നമ്മൾ ഓപ്പൺ മെമ്പർഷിപ്പ് കൊടുത്തു. ചെറിയ ചെറിയ രാജ്യങ്ങൾ മാത്രം, സൊമാലിയ പോലെയുള്ള, അല്ലെങ്കിൽ എസ്വാദിനി എന്ന് പറയുന്ന കൺട്രീസിനെ പോലെയുള്ള, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പേരൊക്കെ കേൾക്കുന്നത്. സോ ഇങ്ങനെയുള്ള കൺട്രീസ് ഒക്കെയാണ് നമ്മളുടെ ഫ്രണ്ടുകളായിട്ടുള്ളത്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒരു മേജർ കൺട്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഉണ്ട്. അത് നമ്മൾ 2015 പാരീസ് എഗ്രിമെന്റ് നടക്കുന്ന സമയത്ത് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത, ബിഗ് കാറ്റ് അലയൻസ് പോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ആയിരുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോ ഓട്ടോമാറ്റിക്കലി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും അമേരിക്ക അതിലേക്ക് ജോയിൻ ചെയ്യുകയുണ്ടായി. സോ അത് വലിയൊരു പുഷായിട്ട് നമുക്ക് മാറി. സോ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിലും വലിയ വലിയ രാജ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയുള്ള മൃഗങ്ങൾ, ബിഗ് കാറ്റുകൾ പോലെയുള്ള മൃഗങ്ങൾ അത്ര വലിയ ത്രെട്ടുകൾ അവിടെ ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് വലിയ വലിയ രാജ്യങ്ങൾ, ഇപ്പൊ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളൊന്നും ഇവിടേക്ക് വന്ന് ഈ ഒരു അലയൻസിലേക്ക് വന്ന് ചേരാത്തതിന്റെ ഒരു കാര്യം. ഓക്കെ, മേജർലി നമ്മൾ ഗ്ലോബൽ സൗത്തുമായിട്ടുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ 7 മൃഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ദെൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഈ ഒരു ഡിസ്കഷനിൽ? ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. സമയം കുറച്ച് അതിക്രമിച്ചു എന്നറിയാം. ദെൻ ഒരു ചോദ്യത്തിലേക്ക് എനിക്ക് പോകണം. 1-2 ചോദ്യങ്ങളിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്തിന്റെ ഒരു പരിമിതികൾ മൂലമാണ് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്തത്. ഈ ഒരു ചോദ്യം ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ലയണുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. 2019 ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിലല്ല, ഏഷ്യാറ്റിക് ലയണുമായി ബന്ധപ്പെട്ട്. ഏഷ്യാറ്റിക് ലയൺ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. ഇന്ത്യയിൽ മാത്രമാണോ ഏഷ്യാറ്റിക് ലയൺ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്നത്? ഉത്തരം ശരിയാണ്. ഇന്ത്യയിൽ മാത്രമാണ് ഏഷ്യാറ്റിക് ലയൺ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്നത്. ഡബിൾ ഹംപ്ഡ് ക്യാമൽ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. അപ്പൊ എനിക്കറിയില്ല ഡബിൾ ഹംപ്ഡ് ക്യാമൽസ് ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളത്. ഇപ്പൊ ഞാൻ നോക്കി, മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ക്യാമൽസ് വരുന്നത്. ഇന്ത്യയിൽ മാത്രമാണോ മരുഭൂമി ഉള്ളത്? ഇന്ത്യയിൽ മാത്രമാണോ മരുഭൂമി ഉള്ളത്? അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ മാത്രമാകാനായിട്ട് സാധ്യതയില്ല. ഞാൻ 2 വെട്ടിക്കളയാൻ പറ്റുമോ നോക്കി. അപ്പോൾ ബിയും ഡിയും ഒഴിവാക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. 1 ഹോൺഡ് റൈനോസേഴ്സ് ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. ഓക്കെ, അപ്പൊ എനിക്ക് രണ്ടാമത്തേൽ സംശയമുണ്ട്. അതായത് ഹംബഡ് ക്യാമൽസ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എനിക്ക് 3 തെറ്റാണ് എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. കാരണം 1 ഹോൺഡ് റൈനോസേഴ്സ് ഇന്ത്യയിൽ മാത്രമാണ് കണ്ടെത്തിയിരുന്നെങ്കിൽ നമ്മൾ ഏഷ്യാറ്റിക് ലയണിനെ കേൾക്കുന്ന പോലെ ഇന്ത്യയിൽ കേൾക്കുന്ന ഒരു പേരായിരിക്കും 1 ഹോൺഡ് റൈനോസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ അതിന്റെ ഒരു സ്പീഷീസ് ഉണ്ടാകും. നമ്മളുടെ ഒഡീഷ തീരങ്ങളൊക്കെ ബന്ധപ്പെട്ട് അവിടെ നാഷണൽ പാർക്കുകളിലൊക്കെ അതിന്റെ ഒരു സ്പീഷീസ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഉറപ്പാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്നത്. സോ ഞാൻ ഉറപ്പായിട്ട് 3 കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ 3ഉം സിയും ഡിയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ദെൻ യുദ്ധം 1ഉം 2ഉം തമ്മിലായോ? ഏഷ്യാറ്റിക് ലയൺ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. ഡബിൾ ഹംബിൾ ക്യാമൽ, ഇതില് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്, അതായത് ഡബിൾ ഹംബിൾ ക്യാമൽസിനെ ഞാൻ എന്റെ ലോജിക്ക് വെച്ചിട്ട് ഞാൻ എലിമിനേറ്റ് ചെയ്തു. അതായത് ക്യാമൽസ് എവിടെയാ വരുന്നത്? നമ്മളുടെ രാജസ്ഥാൻ റീജിയനുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങളിലാണ്. പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല ആ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് നിലനിൽക്കുന്നത്. ഓക്കെ, ആ ഒരു കണ്ടീഷൻസ് നിലനിൽക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലും നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ 2 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഏഷ്യാറ്റിക് ലയൺ നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി, ഇന്ത്യയിൽ മാത്രമാണോ ഏഷ്യാറ്റിക് ലയണിന്
നിലനിൽക്കാനായിട്ടുള്ള ക്ലൈമറ്റുകളും അല്ലെങ്കിൽ സാധ്യതകളും നിലനിൽക്കുന്നത്. പക്ഷേ ഏഷ്യാറ്റിക് ലയണിനെ കുറിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ്, നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഏഷ്യാറ്റിക് ലയണിനെ കുറിച്ചിട്ട്. ഒരു UPSC ആസ്പിരന്റ് ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി എന്നുള്ളത്. മനസ്സിലായോ? സോ ബേസിക് ക്ലിയർ ആണ് എങ്കിൽ, ഒന്ന് ശരിയാണെന്ന് എനിക്ക് ഉറപ്പിക്കണം. ഒരു UPSC ആസ്പിരന്റ് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത ഒരാൾ ഒന്ന് ശരിയാണ് എന്ന് ഉറപ്പിക്കും. ഓക്കെ, ദെൻ 2 നമ്മൾ ലോജിക് കൊണ്ട് എലിമിനേറ്റ് ചെയ്യും. തേർഡ് എന്ന് പറയുന്നത് നമ്മൾ സിംപിളി എലിമിനേറ്റ് ചെയ്ത് കളയും. സോ ഒരു 50-50 എത്തി നമ്മൾ. ദെൻ നമ്മൾ എയിലേക്ക് പോയി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1 ഓൺലി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കിപ്പോ ഡബിൾ ഹംബിഡ് ക്യാമൽസ് എവിടേക്കാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്നും നോക്കി വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ യൂസ് ദ ലോജിക്. ഒരു 5-6 ക്വസ്റ്റിനുകൾ ചിലപ്പോൾ തെറ്റും, അതിനുശേഷം 6-7ാമത്തെ ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും ശരിയാക്കും. സോ ഇവിടെ ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇടക്കിടക്ക് പ്രിലിംസ് ടെസ്റ്റ് സീരീസുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റനുകളെ, ലോജിക്കുകൾ ആൻസർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻസുകളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് ലോജിക്കുകളെ കറക്റ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നാളെ ഇരിക്കാം. ഓക്കെ.